ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ ഇന്ന് വീക്ക്ലി ടെസ്റ്റ് ഡിസ്കഷനിലേക്കാണ് വന്നിരിക്കുന്നത്. 5ാമത്തെ വീക്കിലെ ടോപ്പിക് ഡിസ്കഷനാണ് നമ്മൾ ഇന്നിവിടെ നടത്താനായിട്ട് പോകുന്നത്. 5 വീക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോഡൽ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കടന്നു പോയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് സിലബസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്നതനുസരിച്ച് നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. ആ സ്റ്റഡി പ്ലാനിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്നതിന് നമ്മൾ കഴിഞ്ഞ 5 ആഴ്ചകളിലായിട്ട് വീക്ക്ലി സ്റ്റഡി പ്ലാനുകളുമായി ബന്ധപ്പെട്ട അവസാനം വീക്ക്ലി ഒരു ടെസ്റ്റും അതിൻ്റെ ഒരു ഡിസ്കഷൻ വീഡിയോയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്. നമുക്ക് ഇത്തവണത്തെ ഈ ഒരു ആഴ്ചയിലെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് മിഡീവൽ ഇന്ത്യ ആയിരുന്നു. ഏതായിരുന്നു? മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ മധ്യകാല ഇന്ത്യ അഥവാ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 8ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം, അതായത് നമ്മളുടെ CE ഒരു 700കളുടെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഏതാണ്ട് നമ്മൾ പോയി വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു CE ഒരു 1707 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കൊല്ലം വരെയൊക്കെയാണ് നമ്മൾ ഏതാണ്ട് മധ്യകാലം എന്ന് നമ്മൾ കണക്കാക്കാറുള്ളത്. ഇങ്ങനെ പർട്ടിക്കുലർ കൊല്ലമില്ല. ഈ 707 എന്ന് പറയുന്ന സമയം ഔറംഗസേബ് മരണപ്പെട്ട വർഷമാണ്. ഇതിനുശേഷം ഇവിടുത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനം നമ്മൾ വ്യക്തമായി കാണുകയും ബ്രിട്ടീഷുകാരുടെ വരവും മറ്റ് വിദേശ ശക്തികൾ ഇന്ത്യയിലേക്ക് കയറി വരുന്നതുമായിട്ടുള്ള കാലഘട്ടത്തിൻ്റെ ഒരു ആരംഭമായിട്ട് നമുക്ക് ഔറംഗസേബിൻ്റെ മരണത്തിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു പോയിന്റ്, ഇങ്ങനെ ഒരു പോയിന്റ് ഇല്ല മധ്യകാലഘട്ട ഇന്ത്യക്ക്, അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിന് ഒരു വർഷമല്ല, ഒരു കാലഘട്ടത്തിനെ നിശ്ചയിക്കുന്നത്. അത് മനസ്സിലാക്കുക പ്രത്യേകിച്ച്. അതുപോലെ തന്നെ 700കളുടെ സമയം എന്താണ്? ഈ സമയം മുതലാണ് സിന്ധിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള അറബ് കോൺക്വസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. വലിയൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഷിഫ്റ്റ് പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഈ മധ്യകാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കാണുകയാണ്. ആ ചോദ്യങ്ങളിലൂടെ നമ്മൾ മധ്യകാലഘട്ടത്തിൻ്റെ പ്രധാന ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ആദ്യ ചോദ്യം നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അറബികളുടെ എല്ലാ ചോദ്യങ്ങളിലും ചില കീവേഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? ആദ്യത്തെ എന്നാണോ അവസാനത്തേതെന്നാണോ പറയുന്നത്? എന്താണ് പറയുന്നത് ശ്രദ്ധിക്കണം. ആദ്യത്തെ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് ഗസ്നി ആയിരുന്നു എന്നാണ് പറയുന്നത്. മുഹമ്മദ് ഗസ്നിയുടെ നേതൃത്വത്തിലാണ് അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണം നടന്നതെന്ന് പറയുന്നു. രാജാ ദഹീർ ആണ് ഗസ്നിക്കെതിരെ പോരാടി മരിച്ച രാജാവ് എന്നും പറയുന്നു. അപ്പോൾ എന്താ പറയുന്നത്, സിന്ധിലേക്ക് അല്ലേ? അപ്പോൾ ഇന്ത്യ നമ്മളുടെ ഇപ്പോഴത്തെ ഷേപ്പ് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ ഗുജറാത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗത്തുണ്ട്. അപ്പോൾ അവിടേക്ക് സിന്ധിൻ്റെതായിട്ടുള്ള പ്രവിശ്യകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ കടന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടേക്കുള്ള ആക്രമണങ്ങൾ ആരെല്ലാമാണ് ആദ്യം വന്നത്, ആരാണ് ഇവർക്കെതിരെ പോരാടിയത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. നോക്കൂ, ആദ്യ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിലേക്ക് നമുക്ക് ആദ്യ സ്റ്റേറ്റ്മെന്റിന് ശേഷം വരാം. ആദ്യത്തെ ആക്രമണം നടക്കുന്നത്, അറബികളുടെ ആദ്യ സിന്ധാക്രമണം, ഇന്ത്യയിലേക്കുള്ള ആദ്യ ആക്രമണം അത് സിന്ധിലാണ് നടന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആക്രമണം ആദ്യമായി നടക്കുന്നത് അത് CE 712ലാണ്. CE 712ലാണ്. ആരാണ് നടത്തുന്നത്? മുഹമ്മദ് ബിൻ ഖാസിം. ആരാണ്? മുഹമ്മദ് ബിൻ ഖാസിം. മുഹമ്മദ് ബിൻ ഖാസിമാണ് എന്ത് ചെയ്യുന്നത്? MBQ എന്ന് ഓർത്ത് വെച്ചോളൂ വേണമെങ്കിൽ. മുഹമ്മദ് ബിൻ ഖാസിമാണ് ആദ്യത്തെ സിന്ധാക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രാജാ ദഹിർ എന്ത് ചെയ്യുന്നുണ്ട്? പോരാടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പോരാടി മരിക്കുന്നുണ്ട്. രാജാ ദഹീർ പോരാടുന്നത് ആർക്കെതിരായിട്ടാണ്? ഈ ആദ്യ ആക്രമണം വരുന്നില്ലേ, മുഹമ്മദ് ബിൻ ഖാസിമിന്റെ ആദ്യ ആക്രമണം, മുഹമ്മദ് ബിൻ ഖാസിമിനെതിരായിട്ട് പോരാടിയിട്ടാണ് ആര് മരിക്കുന്നത്? രാജാ ദഹീർ മരണപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ രാജാ ദഹീർ എവിടത്തെ ഭരണാധികാരി ആയിരിക്കും? അപ്പോൾ തീർച്ചയായിട്ടും സിന്ധിലെ ഭരണാധികാരിയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ സിന്ധിലെ ഭരണാധികാരിയായിട്ടുള്ള രാജാ ദഹീർ ആർക്കെതിരെ പോരാടി? മുഹമ്മദ് ബിൻ ഖാസിമിനെതിരെ പോരാടിയിട്ടാണ് മരണപ്പെടുന്നത്. കൃത്യമാണല്ലോ? ഇതപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റ്. ബോത്ത് ആർ ഫാൾസ് എന്ന് പറയുന്ന ഈ ഒരു
ഓപ്ഷനാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരമായി വരുന്നത്. അപ്പോൾ മധ്യകാല ഇന്ത്യയുടെ ആരംഭം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിന്ധിൽ നടക്കുന്ന ആക്രമണങ്ങൾ എന്താണ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിന്ധ് ഏത് പേരിൽ അറിയപ്പെടുന്നത് ഓർമ്മയുണ്ടോ? ദ ഗേറ്റ് വേ ഓഫ് ഇസ്ലാം. എന്താണ്? ദ ഗേറ്റ് വേ ഓഫ് ഇസ്ലാം. ഇന്ത്യയിലേക്കുള്ള ഇസ്ലാമിൻ്റെ എന്തായിട്ടാണ് സിന്ധിനെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്? കവാടം, പ്രവേശന കവാടമായിട്ട് സിന്ധിനെ കണക്കാക്കിയിരുന്നു. ഇതിന് ശേഷമാണ് നമ്മളുടെ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ശേഷമാണ് മുഹമ്മദ് ഗസ്നി എന്ത് ചെയ്യുന്നത്? കടന്നു വരുന്നത്. മനസ്സിലാവുന്നുണ്ട്? മുഹമ്മദ് ഗസ്നി കടന്നു വരുന്നു. മുഹമ്മദ് ഗസ്നിക്ക് ശേഷം മുഹമ്മദ് ഗോറി കടന്നു വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഏതാണ്ട് മുഹമ്മദ് ഗസ്നി എന്ത് ചെയ്യുകയാണ്? CE 1000 എന്ന വർഷം മുതൽ, CE 1001 മുതൽ 1027 വരെയുള്ള വർഷങ്ങളുടെ ഇടയിൽ മുഹമ്മദ് ഗസ്നി 17 തവണ ഇന്ത്യ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പം മുഹമ്മദ് ഗസ്നി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുഹമ്മദ് ഗസ്നി അറിയപ്പെടുന്ന പേര് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണ്? ഐഡൽസിനെ നശിപ്പിക്കുന്നവൻ, വിഗ്രഹഭഞ്ജകൻ അല്ലെ? വിഗ്രഹഭഞ്ജകൻ എന്ന പേരിലാണ് ആരെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? മുഹമ്മദ് ഗസ്നി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ? അപ്പോൾ ഈ പേരിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? 1000-നും 1027-നും ഇടയിൽ 17 തവണ ഇന്ത്യയിലേക്ക് വരികയും സോമനാഥ ക്ഷേത്രം ഉൾപ്പെടെ, ഗുജറാത്തിലുള്ള സോമനാഥ ക്ഷേത്രം ഉൾപ്പെടെ പല അന്ന് ക്ഷേത്രങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ധനമെല്ലാം കൊണ്ടുപോയിട്ട് ആളുകൾ സമർപ്പിക്കുന്നത്. ഒരു ആക്രമണം ഉണ്ടായാൽ ഒരു ക്ഷേത്രത്തിലേക്കാണ് അവ മാറ്റുകയും മറ്റും ചെയ്യുന്നത്. ഇത് ഇവർ മനസ്സിലാക്കി കൃത്യമായിട്ട്. അപ്പം എന്ത് ചെയ്യുകയാണ്? ഓരോ നാട്ടിലെയും പ്രധാനപ്പെട്ട സിറ്റികളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചാൽ അവിടെ നിന്നാണ് ഏറ്റവും അധികം സമ്പത്ത് കിട്ടുക എന്നിവർക്ക് മനസ്സിലാവുകയാണ്. അതിനെ തുടർന്നാണ് തുടർച്ചയായിട്ട് ക്ഷേത്രങ്ങൾ എന്ത് ചെയ്യുന്നത്? ആക്രമിക്കപ്പെടുന്നത്. അതിന് പിന്നിൽ ഓരോരോ ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഡിവിജ്വൽ എന്താ പറയുക, അറ്റാക്കർ ഓർ ഇൻഡിവിജ്വൽ റൂളർ. അതിൻ്റെ പിന്നിൽ പല മറ്റ് പൊളിറ്റിക്സ് ഉണ്ടാവും, ചില സമയത്ത് മതം ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ്? പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് അവിടങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ധനം സംഭരിച്ചു വെക്കുന്ന ഇടങ്ങൾ കൂടി ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണങ്ങൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അവസാനമായിട്ട് മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിക്കുന്നത് 1027-ലായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? മരണപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ തലത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴത്തെ സ്റ്റേറ്റ്മെന്റുകൾ നോക്കുക. കിതാബ് ഇ യാമിനി വാസ് റിട്ടൺ ബൈ അൽ ഉത്ബി, ഷാനാമ വാസ് റിട്ടൺ ബൈ അൽ ബിറൂനി. അതായത് ആ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള 2 എഴുത്തുകാര്, ചരിത്രകാരൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള പേരുകൾ. അൽ ഉത്ബി എന്ന് പറയുന്ന ഇദ്ദേഹം ആരുടെ സദസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്? ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? മുഹമ്മദ് ഗസ്നിയുടെ സദസ്സിലുണ്ടായിരുന്ന ഹിസ്റ്റോറിയനായിരുന്നു. മുഹമ്മദ് ഗസ്നിയുടെ സദസ്സിലുണ്ടായിരുന്ന ഹിസ്റ്റോറിയൻ, ചരിത്രകാരനായിരുന്നു അൽ ഉത്ബി. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അൽ ഉത്ബി രചിച്ച കൃതിയുടെ പേരെന്താണ്? കിതാബി യാമിനി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണിത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തത് ഏതാണ്? ഷാനാമ. ഏതാണ്? ഷാനാമ എന്ന് പറയുന്ന കൃതി രചിച്ചത് അൽ ബിറൂനി ആണെന്നാണ് ഇവിടെ പറയുന്നത്. ആണോ? അല്ല. ആരാണ് എന്താ പറയുന്നത്? ഷാനാമ എന്ന് പറയുന്ന കൃതി എഴുതുന്നത് ആരാണ്? കിഴക്കിന്റെ ഹോമർ. എന്താണ്? കിഴക്കിന്റെ ഹോമർ ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ആരായിരുന്നു? ഫിർദൗസി. ആരായിരുന്നു? ഫിർദൗസിയാണ് ഏത് എഴുതുന്നത്? നമ്മളുടെ ഷാനാമ എഴുതുന്നത്. മനസ്സിലാവുണ്ടോ? ഷാനാമ എഴുതുന്നത് അപ്പോൾ അൽബിറൂനി അല്ല, ഫിർദൗസിയാണ് എന്ന കാര്യം എന്ത് ചെയ്യുക? പ്രത്യേകം ആലോചിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ആ കാലഘട്ടത്തിൽ വിവിധ രാജാക്കന്മാരുടെ, ഷാനാമ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഷാനാമ, രാജാക്കന്മാരുടെ പുസ്തകം അല്ലെ? രാജാക്കന്മാരുടെ പേരുകൾ, രാജാക്കന്മാരുടെ എന്താ പറയുക, ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന പുസ്തകമായിരുന്നു ഏത്? ഷാനാമ. അത് എഴുതിയത് ആരായിരുന്നു? ഫിർദൗസി. കിഴക്കിന്റെ ഹോമർ. എന്താണ് ഹോമർ? എന്താണ്? വളരെ പ്രശസ്തനായിട്ടുള്ള ചരിത്രം, എന്താ പറയുക, ഗ്രീക്ക്, ലാറ്റിൻ, അവിടുത്തെ ആ കാലഘട്ടത്തിലെ ചരിത്രം എഴുതിയ ആളായിരുന്നു ഹോമർ അല്ലെ? അപ്പോൾ അതുപോലെ കിഴക്കിനൊരു ഹോമർ ഉണ്ട്, അദ്ദേഹമാണ് ഫിർദൗസി എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഈ രാജാക്കന്മാരിലൂടെ ആ കാലഘട്ടം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ഫിർദൗസി എന്ന കാര്യം ആലോചിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു അൽബിറൂനിയെ കൂടി നമ്മളിവിടെ കണ്ടു അല്ലെ? അൽബിറൂനിയുടെ പ്രത്യേകത എന്താണ്? അതായത് ഗസ്നിയുടെ തന്നെ സദസ്സിലുണ്ടായിരുന്ന ആളുകളാണ് ഇവരെല്ലാം.
അൽ ഉത്ബി, അൽ ബിറൂനി, ഫിർദൗസി ഇവരെല്ലാം ഗസ്നിയുടെ എന്തായിരുന്നു ഭാഗത്ത്, ഗസ്നിയുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു ജീവിച്ചിരുന്ന പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരാണ് ഇവരെല്ലാവരും. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവിയായിരുന്നു ഫിർദൗസി. കിഴക്കിൻ്റെ ഹോമർ എന്നറിയപ്പെട്ടിരുന്ന ഫിർദൗസി ആയിരുന്നു ഗസ്നിയുടെ ആസ്ഥാന കവിയായിട്ട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി അൽബിറൂനിയിലേക്ക് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അൽബിറൂനി എന്തായിരുന്നു? അദ്ദേഹം ജനിച്ചത് ഉസ്ബെക്കിസ്ഥാനിലായിരുന്നു അൽബിറൂനി ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് കിതാബ് ഉൽ ഹിന്ദ് ആണ്. ഏതാണ്? കിതാബ് ഉൽ ഹിന്ദ്. കിതാബ് ഉൽ ഹിന്ദ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ്. അതുപോലെ തന്നെയാണ് താരിഖ് ഉൽ ഹിന്ദും. ഏതാണ്? താരിഖ് ഉൽ ഹിന്ദും അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ്. അപ്പൊ അൽബിറൂനി താരിഖ് ഉൽ ഹിന്ദ് അതുപോലെ തന്നെ കിതാബ് ഉൽ ഹിന്ദ് എന്നിവയാണ് രചിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഇത് വളരെ കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മൾ ആ കാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള ചില എഴുത്തുകാരെ കുറിച്ചും അവരുടെ കൃതികളെ കുറിച്ചും നമ്മൾ കാണുക ഉണ്ടായി. ഇനി അടുത്ത ചോദ്യം ഒരു യുദ്ധത്തിനെ കുറിച്ചാണ്. പലതവണ PSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു യുദ്ധമാണ് തറൈൻ യുദ്ധങ്ങൾ. തറൈൻ യുദ്ധത്തിൽ ഒന്നാം തറൈൻ യുദ്ധം 1191 നടന്ന ഒന്നാം തറൈൻ യുദ്ധത്തിൽ വിജയിച്ചതാര് എന്നതാണ് ചോദിക്കുന്നത്. വിജയിച്ചതാര് എന്നാണ് ചോദിക്കുന്നത്. ആരാണ് വിജയിച്ചത്? പൃഥ്വിരാജ് ചൗഹാനാണ് വിജയിക്കുന്നത്, അല്ലെ? പൃഥ്വിരാജ് ചൗഹാൻ ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത് രജപുത്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ രജപുത്സിലെ ഒരു രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നവര്, അല്ലെ? തോമരാസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? തോമരാസ്, അതുപോലെ തന്നെ എന്താ പറയുക, ചൗഹാൻസ്, ഇവരെല്ലാം ആരാണ്? രജപുത്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഈ തോമരാസിന്റെ സമയത്താണ് ആദ്യമായിട്ട് ദില്ലിക എന്ന പേരിൽ ഈ തോമരാസന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ദില്ലി എന്തായി മാറുന്നത്? ഒരു ഇന്ത്യയുടെ ആ ഒരു വലിയൊരു ഭൂപ്രദേശത്തിന്റെ ഒരു തലസ്ഥാനം എന്നുള്ള രീതിയിലേക്ക് ദില്ലി മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏത് കാലഘട്ടത്തിലാണ്? തോമരാസിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ദില്ലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ആയിട്ട് ആദ്യമായിട്ട് മാറുന്നത് ഈ തോമരാസിന്റെ ഭരണ കാലഘട്ടത്തിലായിരുന്നു എന്ന് കൂടി ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ വളരെ പ്രശസ്തനായിട്ടുള്ള രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. മുഹമ്മദ് ഗസ്നിക്ക് ശേഷം മുഹമ്മദ് ഗോറി എന്ത് ചെയ്യുകയാണ്? ഇന്ത്യയിലേക്ക് ആക്രമണങ്ങളുമായിട്ട് 1175 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മുഹമ്മദ് ഗോറി എന്ത് ചെയ്യുകയാണ്? ആക്രമണങ്ങൾ അയച്ചു വിടുന്നു. പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ട് എന്ത് ചെയ്യുകയാണ്? അതിശക്തമായിട്ട് പോരാടുന്ന ഒരാളായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. 1191 ഒന്നാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തുകയും പക്ഷെ അദ്ദേഹത്തെ വധിക്കാതെ എന്ത് ചെയ്യുകയാണ്? വെറുതെ വിടുകയാണ്. പക്ഷേ അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? മുഹമ്മദ് ഗോറി തിരിച്ച് എഗെയിൻ ആക്രമിക്കാൻ വരും. തൊട്ടടുത്ത വർഷം 1192 തിരിച്ചാക്രമിക്കുന്ന മുഹമ്മദ് ഗോറി ഇത്തവണ പക്ഷേ രണ്ടാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് ചൗഹാൻ ഈ യുദ്ധത്തിൽ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ ഈ തറൈൻ യുദ്ധങ്ങൾ വളരെ ഫേമസ് ആയിരുന്നു. കാരണം ഇത് ആണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു തുടർച്ചയായ മുസ്ലിം ഇൻവേഷൻസിന് കാരണമാണ്. കാരണം അതുവരെയുള്ള ആളുകൾ എന്ന് പറയുന്ന സമയത്ത് അധികവും വരിക, കൊള്ളയടിക്കുക, പോവുക എന്ന രീതിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മുഹമ്മദ് ഗോറിയുടെ എന്താ പറയുക കാലഘട്ടത്തിന് ശേഷം നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് മുഹമ്മദ് ഗോറി ഇങ്ങോട്ട്, അതായത് പൃഥ്വിരാജ് ചൗഹാനെതിരായിട്ട് മുഹമ്മദ് ഗോറിയെ യുദ്ധം ചെയ്യാൻ സഹായിക്കുന്ന രാജാവിൻ്റെ പേര് ജയചന്ദ്ര എന്നാണ്. എന്താണ്? ജയചന്ദ്ര എന്ന് പറയുന്ന ഒരു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാനെ ഇഷ്ടമില്ലാത്തത് കാരണം ഇവരെ ഇങ്ങോട്ട് വിളിക്കുന്നത്. പക്ഷേ എന്താ പറയുക, പിന്നീട് ജയചന്ദ്രയ്ക്കെതിരായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് തിരിയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ജയചന്ദ്രയ്ക്കെതിരായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങൾ പിന്നീടൊക്കെ മറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് എന്നുണ്ടെങ്കിലും ഈ മുഹമ്മദ് ഗോറി ഈ രീതിയിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന തറൈൻ യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലേക്ക്, ഇന്ത്യയുടെ ഉള്ളിലേക്ക് സ്ഥിരമായി ഇവിടെ നിന്നുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക് എന്താ പറയുക രാജ്യങ്ങളിൽ നിന്ന് വന്ന് കയറിയിട്ടുള്ള ഒരു മുസ്ലിം ഭരണം എന്ത് ചെയ്യുകയാണ്? പതുക്കെ, മുസ്ലിം ഭരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രപരമായി പറയുകയാണ്, വേറെ ഒരു രീതിയിലൊന്നും എടുക്കേണ്ട. മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ഈ ആളുകൾ എന്താണ് ഇന്ത്യയിലേക്ക് വരികയും പിന്നീട് ഇന്ത്യയെ സ്വന്തം രാജ്യമാക്കി തുടങ്ങുന്ന ഒരു എന്താ പറയുക ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? തറൈൻ യുദ്ധങ്ങൾക്ക് ശേഷം നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതിൻ്റെ ഒരു ആരംഭമായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് തന്നെയാണ് തറൈൻ യുദ്ധങ്ങൾ ഈ രീതിയിൽ ഇമ്പോർട്ടൻ്റ്. ഈ തറൈൻ എന്ന് പറയുന്ന സ്ഥലം ഹരിയാനയിലാണ് കേട്ടോ ഉള്ളത്. ഹരിയാനയിലാണ് ഉള്ളത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഭാഗം മനസ്സിലായല്ലോ. തറൈൻ യുദ്ധം, പൃഥ്വിരാജ് ചൗഹാൻ, മുഹമ്മദ് ഗോറി തുടങ്ങിയ കാര്യങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ജയചന്ദ്ര എന്ന് പറഞ്ഞ രാജാവാണ് ഇദ്ദേഹത്തിനെതിരെ പൃഥ്വിരാജ് ചൗഹാനെതിരായിട്ട് മുഹമ്മദ് ഗോറിയെ സഹായിച്ചത് എന്നുകൂടി ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോയാലോ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം ആരാണത്? നമുക്കറിയാം അല്ലെ, എന്താണ്? അടിമവംശം ആണ് ആദ്യത്തെ രാജവംശം എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് അടിമവംശം എന്ന് കാണുന്നേയില്ല. ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാംലുക് രാജവംശം, ഇവയെല്ലാം ശരി. ഏതാണ് ആൻസർ? ഇവയെല്ലാം ശരി. അടിമവംശം അറിയപ്പെട്ടിരുന്ന വിവിധങ്ങളായിട്ടുള്ള പേരുകളായിരുന്നു ഇൽബാരി, യാമിനി, മാംലുക് എന്നീ പറയുന്ന പേരുകൾ അല്ലെ. അതായത് മുഹമ്മദ് ഗോറിയുടെ മരണത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം എന്താ പറയുക, ഇവിടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരാളായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക് അല്ലെ. കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ആള് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. മുഹമ്മദ് ഗോറി മരണപ്പെടുന്നതോട് കൂടിയിട്ട് ഈ കുത്തബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്യുകയാണ്? ഒരു സ്വതന്ത്ര ഭരണാധികാരിയായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് 1206 ഇന്ത്യയിൽ എന്താരംഭിക്കുന്നത്? സുൽത്താനേത്ത് ഭരണം ആരംഭിക്കുന്നത്. സുൽത്താനേത്ത് റൂള്, സുൽത്താൻമാരുടെ ഭരണം എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. അങ്ങനെ 1206 മുതലാണ്. കുത്തബുദ്ദീൻ ഐബക്കാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ഈ രീതിയിലുള്ള അടിമവംശമാണ് ആദ്യം ഭരിക്കുന്നത്. 1206 മുതൽ 1290 വരെയുള്ള കാലഘട്ടത്തിൽ അടിമവംശത്തിന്റെ ഭരണകാലഘട്ടമാണ്. ഇതിൽ ആദ്യത്തെ രാജാവായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഈ അടിമവംശം അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാംലുക് രാജവംശം എന്നിവ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ആദ്യത്തെ ആക്രമണം എന്ത് ചെയ്യുകയാണ്? സിന്ധില് എന്ത് ചെയ്യുന്നുണ്ട്? വരികയാണ് 712 അല്ലെ. 712 വന്ന ആദ്യ ആക്രമണത്തിന് ശേഷം മുഹമ്മദ് ബിൻ ഖാസിമാണ് എന്ത് ചെയ്യുന്നത്? മുഹമ്മദ് ബിൻ ഖാസിമാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് നമ്മൾ പഠിച്ചു കൃത്യമായിട്ട്. പിന്നീട് ഗസ്നി വരുന്നു അല്ലെ. പിന്നീട് ഗോറി വരുന്നു. ഗോറി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ തറൈൻ യുദ്ധങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നടത്തുന്നുണ്ട്. അതിന്റെ വർഷങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. 1200 ഏതായിരുന്നു വർഷങ്ങൾ ഓർമ്മയില്ലേ? 91, 92, 1291, പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുന്നു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു മുസ്ലിം ഒരു റൂള് പതുക്കെ എന്താണ്, അതായത് ഓരോരോ യുദ്ധങ്ങളും ആ ഭാഗത്തെ ആളുകളുമായിട്ടുള്ള എന്താണ് മിക്സിംഗ് അപ്പാണ്. അതായത് നിങ്ങൾ ഇതിനെ എന്തിൽ മാത്രം ഇപ്പൊ നോക്കൂ, ഇതൊരു ഹിന്ദു മുസ്ലിം യുദ്ധം മാത്രമായിരുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക കൂടി നിങ്ങൾ വേണം. കാരണം എന്താ? ഇദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിക്കുന്ന രാജാവ് ജയചന്ദ്രനാണ്. മനസ്സിലാവും. ജയചന്ദ്രയാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അപ്പൊ പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് ജയചന്ദ്രയ്ക്ക് എന്താണ് അസ്വാരസ്യമാണ്. അപ്പോൾ മറ്റൊരു ഭരണാധികാരിയായിട്ട് ഇദ്ദേഹത്തിന് ചെയ്യുകയാണ്, ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. പിന്നീട് ചരിത്രത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള, വിശ്വാസപരമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് മിക്സപ്പ് ഓഫ് കാര്യങ്ങൾ എന്താണ് നടന്നിട്ടാണ് പിന്നീടുള്ള ചരിത്രം മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്ത് മനസ്സിലാക്കുക, ഇവിടെ ഒരു ഘട്ടത്തിൽ കൂടുതൽ എന്ത് തന്നെയാണ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ പൊളിറ്റിക്സ് വല്ലാണ്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്, എന്താണ്, മുഹമ്മദ് ഗസ്നിയെ വിഗ്രഹഭഞ്ജകൻ എന്ന പേരിൽ വിളിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ വളരെ മിക്സ്ഡപ്പ് ആയിട്ടുള്ള എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളുടെ വേരിയബിൾസിന്റെ പ്ലേ ആയിരുന്നു ഇവിടെ നടക്കുന്നുണ്ടായിരുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് വാസ് കുത്തബുദ്ദീൻ ഐബക്ക് ഹു ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ലാഹോർ ടു ഡൽഹി. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് കുത്തബുദ്ദീൻ ഐബക്ക് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അഗെയിൻ, കുത്തബുദ്ദീൻ ഐബക്ക് ഈസ് നോൺ ആസ് ദ റിയൽ ആർക്കിടെക്ട് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഒരു യഥാർത്ഥ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന കുത്തബുദ്ദീൻ ഐബക്കാണ് എന്നും പറയുന്നു. നോക്കൂ, നമ്മൾ സ്വാഭാവികമായിട്ടും അടിമവംശത്തിന്റെ 1206 മുതൽ തുടങ്ങുന്ന അടിമവംശത്തിന്റെ 1206 മുതൽ 1210 വരെയുള്ള കാലഘട്ടമാണ് കുത്തബുദ്ദീൻ ഐബക്ക് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ഇത് തുടങ്ങി വെക്കുന്നു എന്ന ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് തന്നെ ബി സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ ഒരു വാക്കുണ്ട്, കണ്ടോ? എന്താ? റിയൽ ആർക്കിടെക്ട്. സിംപ്ലി ആർക്കിടെക്ട് എന്താണെന്ന് വെച്ചാൽ എന്താണ്? പ്രത്യേകിച്ച് ട്രാപ്പ് ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കാം. പക്ഷേ റിയൽ ആർക്കിടെക്ട് എന്ന് പ്രത്യേകം ചോദിക്കുന്ന കാരണം അത് നമുക്കൊരു സൂചനയാണ്. നിങ്ങൾ വിചാരിക്കുന്ന ആളായിരിക്കില്ല, റിയലി ഒരാളുണ്ട്, അതാരാണെന്ന് നിങ്ങൾ കണ്ടെത്തണമെന്നായിരിക്കാം ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത് അല്ലേ. ആ ചോദ്യം അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം കുത്തബുദ്ദീൻ ഐബക്ക് അല്ല. ആരായിരുന്നു? ഇൽതുത്മിഷ് ആയിരുന്നു. ആരായിരുന്നു? ഇൽതുത്മിഷ് ആയിരുന്നു. ഏത് പേരിൽ അറിയപ്പെടുന്നത്? നമ്മളുടെ റിയൽ ആർക്കിടെക്ട്, യഥാർത്ഥ ശില്പി, സുൽത്താനേത്ത് ഭരണത്തിന്റെ യഥാർത്ഥ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഇൽതുത്മിഷ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം 1210 മുതൽ വളരെ ദീർഘമായിട്ടുള്ള ഒരു കാലഘട്ടം 1236 വരെ ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു
ആരായിരുന്നു? ഭരണാധികാരിയായിരുന്നു ഇൽതുത്മിഷ്. ഇനി കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം ഭരണത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അധികാരം കൈയാളുന്നത് ആരം ഷാ ആയിരുന്നു. ആരായിരുന്നു? ആരം ഷാ. ആരം ഷാ ആണ് അധികാരം കൈയാളുന്നത്. ഈ ആരം ഷായെ വധിച്ചിട്ട് അധികാരം ഏറ്റെടുക്കുന്നത് ആരായിരുന്നു? അത് ഇൽതുത്മിഷ് ആയിരുന്നു. മനസ്സിലായോ? ഇൽതുത്മിഷ് ആണ് അധികാരം ഏറ്റെടുക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വരിക. കുത്തബുദ്ദീൻ ഐബക്കാണ് എന്ത് ചെയ്യുന്നത്? അടിമ വംശത്തിന്റെ ആദ്യത്തെ ഭരണാധികാരി എന്നുണ്ടെങ്കിലും ഡൽഹി സുൽത്താനേറ്റിന്റെ യഥാർത്ഥത്തിലുള്ള ആർക്കിടെക്ട് ആരാണ്? ഇൽതുത്മിഷ് ആണ്. കാരണം ഇതിന് പല പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇത് തന്നെയാണ്. ലാഹോറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഡൽഹിയിലേക്ക് ഇദ്ദേഹം ക്യാപിറ്റൽ മാറ്റുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ആ ഭാഗം എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുവരികയാണ്. ഇന്ത്യയുടെ ബാക്കിയുള്ള താഴത്തേക്കുള്ള ഇടങ്ങളെല്ലാം ഒന്നിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഭാഗമായ ഡൽഹിയിലേക്ക് എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ ഇദ്ദേഹം മാറ്റുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക. പിന്നെ PSC അല്ലെങ്കിൽ മറ്റ് എക്സാമുകളിൽ സ്ഥിരമായി വരുന്ന ചോദ്യമാണ് നമ്മളുടെ കുത്തബ് മിനാർ ഉണ്ടല്ലോ. ഈ കുത്തബ് മിനാറിന്റെ പണി ആരംഭിക്കുന്നത് കുത്തബുദ്ദീൻ ഐബക്കാണ്. കുത്തബ് മിനാറിന്റെ പണി ആരംഭിക്കുന്നത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ഇത് അവസാനിക്കുന്നത് ഇൽതുത്മിഷിന്റെ കാലഘട്ടത്തിലാണ്. ഇതിന്റെ പണി അവസാനിപ്പിക്കുന്നത് ആരാണ്? ഇൽതുത്മിഷിന്റെ സമയത്താണ്. ഇത് ആലോചിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൽതുത്മിഷ് ഒരു ഭരണാധികാരി, കൃത്യമായ ഭരണാധികാരി ആകുന്നു എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ചെയ്തു തുടങ്ങുമ്പോഴാണ്. വെറുതെ വന്നിട്ട് കുറേ യുദ്ധങ്ങൾ ചെയ്യുക എന്നത് മാത്രമല്ല. ഇദ്ദേഹം നമ്മളുടെ ലാൻഡ് ടാക്സ് സിസ്റ്റം ഉണ്ട്. ഏതാണ്? ഒരു ലാൻഡ് ടാക്സ് സിസ്റ്റം ആയിട്ടുള്ള ഇഖ്ത സിസ്റ്റം. ഏതാണ്? ഇഖ്ത സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇഖ്ത സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുന്ന ആരായിരുന്നു? ഇൽതുത്മിഷ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം, ഒരു ഏകീകൃത പണവ്യവസ്ഥ എന്ന് മലയാളത്തിൽ പറയാൻ പറ്റും. ഒരു ഏകീകൃത പണവ്യവസ്ഥ കൊണ്ടുവരുന്നത് ആരായിരുന്നു? ഇൽതുത്മിഷ് ആയിരുന്നു. ഇദ്ദേഹം പുറത്തിറക്കിയ 2 നാണയങ്ങൾ വളരെയധികം ഫേമസ് ആണ്. ഒന്ന് എന്ന് പറഞ്ഞ ഏതാണ്? ടങ്ക എന്നും TAN, ടങ്ക KA എന്നും കണ്ടിട്ടുണ്ട്. ടങ്ക എന്ന് പറയുന്ന സാധനവും അതുപോലെ തന്നെ ജിറ്റാൾ, മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ജിറ്റാൾ എന്ന് പറയുന്ന 2 നാണയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഇറക്കുന്നുണ്ട്. തങ്ക എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർണ്ണമാണെന്ന് വിചാരിക്കരുത്. ഈ തങ്ക എന്ന് പറയുന്ന ഇത് വെള്ളി നാണയം, സിൽവറിന്റെ നാണയമായിരുന്നു തങ്ക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. വെള്ളി നാണയമായിരുന്നു. ജിറ്റാൾ എന്ന് പറയുന്നത് ചെമ്പിന്റെ നാണയമായിരുന്നു. എന്ത് നാണയമായിരുന്നു? ചെമ്പിന്റെ നാണയമായിരുന്നു ജിറ്റാൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ടാക്സ് റിലേറ്റഡ്, ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു വ്യവസ്ഥ അദ്ദേഹം കൊണ്ടുവരുന്ന കാലഘട്ടം. അപ്പോൾ ഒരു രാജ്യത്തിനെ ആക്രമിച്ച് കീഴടക്കുന്നത് ഒരു സ്റ്റെപ്പാണ് എന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് അവിടെ ഒരു ഭരണ വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മറ്റൊരു പ്രധാന സ്റ്റെപ്പാണ്. ഇപ്പൊ അഫ്ഗാൻ വാറുകൾ, ആംഗ്ലോ അഫ്ഗാൻ വാറുകൾ നിങ്ങൾ മോഡേൺ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അഫ്ഗാനിസ്ഥാനിലെ റൂളർമാരെ ടോപ്പിൾ ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു സ്ഥിര ഭരണ വ്യവസ്ഥ ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി ഭയങ്കരമാണ് അവിടെ സസ്റ്റൈനബിൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതാര് ചെയ്യുന്നുണ്ട്? ഇൽതുത്മിഷിന് സാധ്യമാകുന്നുണ്ട്. സോ ഇൽതുത്മിഷ് അതുകൊണ്ട് തന്നെ ഏത് പേരിൽ അറിയപ്പെടുന്നു? റിയൽ ആർക്കിടെക്ട് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഇൽതുത്മിഷ്. വളരെ കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇൽതുത്മിഷുമായിട്ട് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ആരുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ മംഗോളിയൻ ഭരണാധികാരിയായിട്ടുള്ള ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ചത് എന്ന് ചോദിക്കുമ്പോൾ 1221 ചെങ്കിസ് ഖാൻ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ആക്രമണവുമായി എത്തുന്നത്. ഇൽതുത്മിഷ് ആണ് എന്ത് ചെയ്യുന്നത്? ആ കാലഘട്ടത്തിൽ നമ്മുടെ ഭരണാധികാരിയായിട്ട് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട് ആലോചിക്കുക? ഇൽതുത്മിഷുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ക്ലാസ് പോലെ എടുക്കാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ എന്നാലും മാക്സിമം കാര്യങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് അല്ല, പരീക്ഷയുടെ ഡിസ്കഷൻ ആയതുകൊണ്ട് ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റോങ് വൺ. കണ്ടോ, ഇടയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? റോങ് വൺ ഏതാണെന്നുള്ള ചോദ്യം വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നോക്കൂ, സിജ്ദ, പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയത് ബാൽബൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത്, മാധ്വാചാര്യർ ബാൽബന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായി കണക്കാക്കുന്നു. നവറോസ് എന്നത് പേർഷ്യൻ പുതുവത്സര ആഘോഷമാണ്. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത് അല്ലെ. നോക്കൂ, സിജ്ദ പൈബോസ്
ബാൽബൺ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ബാൽബണും സിജിത ആൻഡ് പൈബോസ് എന്നീ ആചാരങ്ങളും വളരെയധികം ഒന്നിച്ചു ചേർന്നിട്ടുള്ള കാര്യമാണ്. അതായത് രാജാവ്, ബാൽബന്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവ് എന്ന് പറയുന്നത് എന്താണ്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഒരു ദൈവസമൻ, ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന രീതിയിൽ, എന്താണ്, ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് താൻ എന്ന രീതിയിൽ എന്തായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരാളായിരുന്നു ബാൽബൻ. ഇത് ഖലീഫമാരുടെ, അതായത് മുസ്ലിം എന്താ പറയുക മൊത്തത്തിലുള്ള മതവിഭാഗത്തിന്റെ ഖലീഫ എന്ന് പറയുന്ന പോസ്റ്റ് അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ, അവർക്ക് ഇത് അത്ര പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന പേരിൽ സ്വയം എന്തായിരുന്നു ഉറപ്പിച്ചിട്ടുള്ള ഒരാളായിരുന്നു ബാൽബൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം 2 ആചാരങ്ങൾ നടപ്പിലാക്കി. ഒന്ന് സിജിതയായിരുന്നു. എന്താണ് സിജിത? രാജാവിന്റെ മുന്നിൽ വരുന്ന ആളുകൾ സാഷ്ടാംഗം പ്രണമിക്കണം, അതാണ് സിജിത. ഇത് ആളുകളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം മതവിശ്വാസികളിൽ ഉണ്ടാക്കി. കാരണം ഒരാളുടെ മുന്നിൽ മാത്രമേ നമസ്കരിക്കാൻ പാടുള്ളൂ, അത് ദൈവത്തിന്റെ മുന്നിൽ മാത്രമാണ്. അപ്പൊ സിജിത എന്ന രീതി എന്ത് ചെയ്യുകയാണ് ബാൽബൻ, താൻ ദൈവത്തിന്റെ തുല്യനാണ്, രാജാധികാരം ദൈവദത്തമാണ് എന്നൊക്കെ വിശ്വസിച്ചെന്ന് അദ്ദേഹം സിജിത നടപ്പിലാക്കുകയായിരുന്നു. ഇനി പൈബോസ് എന്ന് വെച്ചത് തൊട്ട് ഒന്നുകൂടി വലുതാ. അതെന്താ? രാജാവിന്റെ പാദം ചുംബിക്കൽ. മനസ്സിലാവുന്നുണ്ടോ? ഈ 2 ആചാരങ്ങളും ബാൽബനെ എന്താണ് മതപരമായിട്ട് എന്താണ് ഒരു ഘട്ടത്തിനും അപ്പുറത്തേക്ക് ബാൽബൻ പോവുകയാണ് എന്ന രീതിയിലേക്കുള്ള ഒരു എന്ത് ചെയ്യുമായിരുന്നു, ഒരു 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 ചിന്ത അവിടുത്തെ ആ കാലഘട്ടത്തിലെ മത പണ്ഡിതന്മാരുടെ ഇടയിലേക്ക് വല്ലാതെ വരാനായിട്ട് കാര്യമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തേത്, മാധവാചാര്യർ ബാൽബന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ്. മാധവാചാര്യർ എങ്ങനെയാണ് പ്രശസ്തമാകുന്നത്? മാധവാചാര്യരുടെ പ്രശസ്തമായിട്ടുള്ള ഒരു എന്തുണ്ട്, സിദ്ധാന്തമുണ്ട്. എന്താണ്? ദ്വൈത സിദ്ധാന്തം. എന്താണ് ദ്വൈത സിദ്ധാന്തം? അദ്വൈത സിദ്ധാന്തം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന്റെ മറുപുറമാണ് ദ്വൈത സിദ്ധാന്തം. ഈ ദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രചാരകനായിരുന്ന മാധവാചാര്യർ ബാൽബന്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നവറോസ് എന്നതൊരു പേർഷ്യൻ പുതുവത്സര ആഘോഷമാണ്. എന്തുകൊണ്ടാണ് നവറോസ് അപ്പോൾ ഇവിടെ ബാൽബനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്? കാരണം നവറോസ് എന്ന് പറയുന്ന ഈ പേർഷ്യൻ പുതുവത്സര ആഘോഷം ആരംഭിക്കുന്നത് ബാൽബനായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ നവറോസ് ഒരു പേർഷ്യൻ ന്യൂ ഇയർ ആണ്. മനസ്സിലായോ? ഇതിന്റെ ആഘോഷവും ബാൽബന്റെ കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് റോങ് സ്റ്റേറ്റ്മെന്റ് ഇതിനുള്ളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. സോ നൺ ഈസ് ഫാൾസ് എന്ന് പറയുന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കൃത്യമാണല്ലോ, സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. ബാൽബനെ കുറിച്ച് പിന്നെ പല പല രീതിയിലുള്ള എന്ത് പറയുന്നുണ്ട്, കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ബാൽബൻ ഇപ്പോൾ എന്താ പറയുക, അദ്ദേഹത്തിന്റെ നയം എന്ന് പറയുന്നത് എന്തായിരുന്നു? ബ്ലഡ് ആൻഡ് അയൺ പോളിസി, അയൺ ആൻഡ് ബ്ലഡ് പോളിസി എന്ന് പറയില്ലേ, നിണവും ഇരുമ്പിന്റെയും നയം എന്ന് പറയില്ല, ആ രീതിയിലുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോളിസിയാണ്. എതിർത്ത് നിൽക്കുന്ന ആളുകളോ അങ്ങനത്തെ ആളുകളെ ഒന്നും ഇന്ത്യയിൽ അദ്ദേഹം സഹിച്ചിരുന്നില്ല. അതുപോലെ തന്നെ കൊട്ടാരത്തിൽ തമാശ ചിരി ഇത് രണ്ടും നിരോധിച്ച ആളായിരുന്നു അദ്ദേഹം. എന്താണ്? തമാശ ചിരി ഇത് രണ്ടും പാടില്ല എന്ന് നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരുമായിരിക്കും. ഇതെന്തായിരുന്നു? അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരാളായിരുന്നു ബാൽബൻ എന്ന കാര്യം നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ബാൽബനെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം, Malik Kafur led the expedition to southern India during the time of Jalaluddin Khilji. നോക്കൂ, ഞാൻ അണ്ടർലൈൻ ചെയ്തു പോകുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളും ചെയ്യേണ്ടത്. കീ വേർഡുകൾ അണ്ടർലൈൻ ചെയ്തു പോവുക, സോ ദാറ്റ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം കൃത്യമായി നിങ്ങൾക്ക് ഒരൊറ്റ വായനയിൽ കിട്ടണം. സമയം കളയാൻ വേണ്ടി വീണ്ടും 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 ഇരുന്ന് വായിക്കേണ്ട അവസ്ഥ വരരുത്. മാലിക് കഫൂർ, സദേൺ ഇന്ത്യ, ജലാലുദ്ദീൻ ഖിൽജി, ഇത് 3 കൂടി കണക്ഷൻ ഉണ്ടോ എന്നേ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്വസ്റ്റ്യൻ വായിച്ച ശേഷം ആലോചിക്കാൻ പാടുള്ളൂ. മാലിക് കഫൂർ, സദേൺ ഇന്ത്യ, ജലാലുദ്ദീൻ ഖിൽജി, പോയിന്റുകൾ കിട്ടി. ഇനി അലാവുദ്ദീൻ ഖിൽജി നോൺ ആസ് ദ സമുദ്രഗുപ്ത ഓഫ് മുസ്ലിം ഇന്ത്യ. അലാവുദ്ദീൻ ഖിൽജി ഈസ് നോൺ ആസ് ദ സമുദ്രഗുപ്ത ഓഫ് മുസ്ലിം ഇന്ത്യ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് നമ്മളോട് ഇവിടെ പറയുന്നത് ശരിയാണോ? എന്താണ് ഇതിന്റെ അർത്ഥം? ഈ 2 സ്റ്റേറ്റ്മെന്റുകളും എന്താണ് ശരിയാണ് എന്നായിരിക്കും നിങ്ങൾക്ക് ആദ്യം തോന്നുക. കാരണം എന്താ? മാലിക് കഫൂർ സദേൺ ഇന്ത്യൻ എക്സ്പെഡിഷൻസിൽ എന്തായിരുന്നു ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളാണ്. പലതവണ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്താണ് നമ്മൾ വായിച്ചിട്ടുള്ളൊരു കാര്യമാണത് അല്ലെ. അലാവുദ്ദീൻ ഖിൽജിക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ആര് ചെയ്യുന്നത്? മാലിക് കഫൂർ സദേൺ ഇന്ത്യയിലേക്ക് വരുന്നത്. നോട്ട് ഫോർ ജലാലുദ്ദീൻ ഖിൽജി. ആർക്ക് വേണ്ടിയിട്ടാണ്? അലാവുദ്ദീൻ ഖിൽജിക്ക് വേണ്ടിയിട്ടായിരുന്നു. അലാവുദ്ദീൻ ഖിൽജിക്ക് വേണ്ടിയിട്ടായിരുന്നു. മനസ്സിലാണ്ടോ? സോ അലാവുദ്ദീൻ ഖിൽജിയുടെ എന്തായിരുന്നു പല കഥകളുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു എന്താ പറയുക, ഒരു അദ്ദേഹത്തിന്റെ ഒരു ഗേ പാർട്ട്ണർ ആയിരുന്നു മാലിക് കഫൂർ എന്ന രീതിയിൽ എന്താണ് പല രീതിയിലും കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മാലിക് കഫൂർ എന്തായിരുന്നു വളരെ ഒരു എന്താ പറയുക, ഒരു സ്ട്രാറ്റജിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുണ്ടായിരുന്ന, വളരെ അത്യാവശ്യം ക്രൂവൽ ആയിട്ടുണ്ടായിരുന്ന ഒരു എന്തായിരുന്നു സൈന്യാധിപനായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം മാലിക് കഫൂർ ആണ് സൗത്ത് ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ എക്സ്പെഡിഷൻ എന്ത് ചെയ്യുന്നത്. അതായത് സൗത്ത് ഇന്ത്യയിലേക്ക് ആക്രമിച്ച അവിടുത്തെ ഒരു ഭാഗം ദേവനഗരി എന്ന് പറയും. ഇതാണ് ആദ്യം ആക്രമിക്കപ്പെട്ട സ്ഥലം, ദേവനഗരി ആയിരുന്നു. ദേവനഗരി ആക്രമിച്ച് എന്ത് ചെയ്യുകയാണ്? മാലിക് കഫൂറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം
കീഴടക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ പിന്നെ മറ്റൊരു കഥ, ഇതേ മാലിക് കഫൂർ ആണ് അലാവുദ്ദീൻ ഖിൽജിയെ എന്ത് ചെയ്യുന്നത്, കൊല്ലുന്നത് എന്ന രീതിയിലും ഒരു കഥ കേട്ടിട്ടുണ്ട് നമ്മൾ. അത് ഹിസ്റ്റോറിക്കലി അത് പ്രൂവ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു കഥയും നമുക്ക് കേട്ടിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ മരണം എങ്ങനെയാണ് എന്ന് ഇപ്പോഴും എന്താണ് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരമില്ലാത്തൊരു കാര്യമാണ്. ഇനി അലാവുദ്ദീൻ ഖിൽജി വലിയ രീതിയിൽ എന്താണ് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ആക്രമണം അഴിച്ചുവിടുകയും ആ സ്ഥലങ്ങൾ പിടിച്ചടക്കുകയും അവിടങ്ങളിൽ കൃത്യമായിട്ടുള്ള ടാക്സേഷൻ സിസ്റ്റവും മറ്റ് സിസ്റ്റങ്ങളും കച്ചവടവുമായി ബന്ധപ്പെട്ട സിസ്റ്റങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അലാവുദ്ദീൻ ഖിൽജി അതുകൊണ്ട് തന്നെ സമുദ്രഗുപ്ത ഓഫ് മുസ്ലിം ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായ കൂട്ടുകാർക്ക്? അതുകൊണ്ട് ആദ്യ സ്റ്റേറ്റ്മെന്റ് ജലാലുദ്ദീൻ ഖിൽജി അല്ല, അലാവുദ്ദീൻ ഖിൽജി ആയത് കാരണം ആദ്യ സ്റ്റേറ്റ്മെന്റ് തെറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയുമായി മാറുന്നു. സോ ഓൺലി ബി ഈസ് ട്രൂ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? കൃത്യമായിട്ട് ആലോചിക്കാൻ ശ്രദ്ധിക്കുക. അലാവുദ്ദീൻ ഖിൽജിയുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം വളരെ എന്താ പറയുക, നമ്മൾ ഏറ്റവും അധികം ഈ അടുത്തായിട്ട് ഇതിലെ ചർച്ച വന്നിട്ടുണ്ടാവുന്നത് മാലിക് മുഹമ്മദ് ജൈസിയുടെ അല്ലെ, മാലിക് മുഹമ്മദ് ജൈസി എഴുതിയ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയായിരുന്നു ഇത്, പത്മാവത്. പത്മാവത് അല്ലെ. അപ്പൊ ഈ പത്മാവത് ബേസിക്കലി എന്താണെന്നു, അലാവുദ്ദീൻ ഖിൽജി 1303 ചിറ്റോർ ഫോർട്ട് ആക്രമിക്കും. ഏതാണ്? ചിറ്റോർ ഫോർട്ട് ആക്രമിക്കും. എന്തിനാ ചിറ്റോർ ഫോർട്ട് ആക്രമിക്കുന്നതെന്നാ പറയുന്നത്? ഒന്ന് സ്ട്രാറ്റജിക്കലായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രത്തൻ സിംഗ് എന്ന് പറയുന്ന രാജാവിന്റെ ഭാര്യയായിട്ടുള്ള പത്മാവത് എന്തായിരുന്നു, പത്മാവതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ അലാവുദ്ദീൻ ഖിൽജിക്ക് എന്തായിരുന്നു, അവരെ ഇഷ്ടമായിരുന്നു, അവരെ പിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്നുമാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പല പല കഥകളുണ്ട്. ബേസിക് കഥ അങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് പത്മാവത് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ, നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവസാനം ഈ ഇദ്ദേഹത്തിനെ എന്താ പറയുക, രത്തൻ സിംഗിനെ എന്താണ്, അദ്ദേഹം പോരാട്ടത്തിൽ മരണപ്പെടുകയാണ്. അതിനുശേഷം ഈ സൈന്യം ഇതിനുള്ളിൽ ചിറ്റോർ ഫോർട്ടിനുള്ളിലേക്ക് കയറിയിട്ട് എന്താ പറയുക, ആക്രമിക്കുന്നതിന് മുൻപായിട്ട് അവരുടെ കയ്യിൽ അകപ്പെടുന്നതിനേക്കാൾ നല്ലത് എന്താണ്, ആത്മഹത്യ ചെയ്യുന്നതാണ് എന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്, അവിടുത്തെ രജപുത്ര സ്ത്രീകളെല്ലാവരും ഒരു വലിയ ചിതയെ ഒരുക്കിയിട്ട് എല്ലാവരും അതിലേക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ സമയത്ത് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പത്മാവത് എന്ന് പറയുന്ന മൂവിയും ഇതിന്റെ ഒരു കഥയാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ എന്താ പറയുക, ചരിത്രപരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. ഇനി അലാവുദ്ദീൻ ഖിൽജിയെ ആ ഒരു കണ്ണിൽ മാത്രമല്ല ഇന്ത്യൻ ഹിസ്റ്ററി കാണാറുള്ളത്. അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന ആള് പാലസ് ഓഫ് 1000 പില്ലേഴ്സ്, 1000 തൂണുകളുടെ കൊട്ടാരം എന്ന് പറയുന്ന ആ ഒരു ഭാഗം പണി കഴിപ്പിച്ച ആളാണ്. ഒരു സ്ഥിരമായിട്ട് ഒരു സ്ഥിരം സൈന്യത്തിനെ എന്ത് ചെയ്യുക, നിലനിർത്തുക. അതായത് ചുറ്റുമുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സൈന്യത്തിന് ആവശ്യമുള്ള സമയത്ത് എടുക്കുകയല്ല, സ്ഥിരം സൈന്യത്തെ നിലനിർത്താൻ തുടങ്ങിയിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു. അതുപോലെ തന്നെ ഒരിക്കലും ചോദ്യം വന്നിട്ടുള്ളതാണ് ദാഗ് സമ്പ്രദായം. എന്താണ് ദാഗ് സമ്പ്രദായം? ദാഗ് സമ്പ്രദായം വെച്ച് കഴിഞ്ഞാൽ ഹോഴ്സസ് ഉണ്ടല്ലോ, കുതിരകളുണ്ടല്ലോ, കുതിരകൾക്ക് എന്താണ് സൈൻ കൊടുക്കുക, അതായത് ചാപ്പ കുത്തുക എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? കുതിരകൾക്ക് കൃത്യമായി ചാപ്പ കുത്തുകയും കണക്കുകൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്യുന്ന ദാഗ് സമ്പ്രദായം തുടങ്ങുന്നത് ആരാണ്? ദാഗ് സമ്പ്രദായം തുടങ്ങുന്നതും അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്താണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് ആക്രമണങ്ങൾ നടത്തി സൗത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ സുൽത്താനും അലാവുദ്ദീൻ ഖിൽജി തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നു, യമുന കനാൽ വാസ് ബിൽറ്റ് ഡ്യൂറിംഗ് ദ റൂൾ ഓഫ് ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് യമുന കനാൽ നിർമ്മിച്ചത് എന്നാണ് ആദ്യ സ്റ്റേറ്റ്മെന്റ്. ഇത് ശരിയാണോ? ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് ഈ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ, ഈ രണ്ട് കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തിയിട്ടുള്ള ഒരാളായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്. തുഗ്ലക് രാജവംശത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. 1351 മുതൽ 88 വരെയുള്ള കാലഘട്ടത്തിലാണ് ആര് ഭരിക്കുന്നുണ്ടായിരുന്നത്? ഫിറോസ് ഷാ തുഗ്ലക് ഭരിക്കുന്നുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഓർമ്മയില്ലേ? വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ കുപ്രശസ്തനായിട്ടുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഈ ഭരണ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, അത് ഫിറോസ് ഷാ കോട്ട്ല നിങ്ങൾ കേട്ടിട്ടില്ലേ?
പണ്ടത്തെ ഒരു കോട്ടയാണ്, അതൊരു ഒരു വലിയൊരു ഭാഗമാണ്. ഫിറോസാബാദിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിറോസ് ഷാ കോട്ട്ല എന്ന് പറയുന്ന ഒരു കോട്ട പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ഡൽഹിയിലുള്ള ഭാഗമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ന്യൂസുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇദ്ദേഹം അഗ്രികൾച്ചറിനും ഇറിഗേഷനും വലിയ ഇമ്പോർട്ടൻസ് ആണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ഇറിഗേഷൻ കനാലുകൾ ധാരാളം പണി കഴിപ്പിച്ച് ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, യമുനയിൽ നിന്നൊരു കനാൽ വിട്ട്, യമുന കനാൽ, അതായത് ഇപ്പോഴും ഡൽഹിയുടെ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുന്നത് ഈ യമുന കനാലിലൂടെയാണ്. മനസ്സിലാവുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യമുന കനാലാണ്. പണ്ട് ഞാൻ ഡൽഹിയിൽ ഒരു വർഷത്തോളം ഉണ്ടായിരുന്ന സമയത്ത് ജാട്ടുകളുടെ സമരം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ജാട്ടുകളുടെ സമരം നടന്ന സമയത്ത് റിസർവേഷന് വേണ്ടിയിട്ട് ജാട്ടുകൾ എന്ത് ചെയ്യുകയായിരുന്നു, ഈ യമുന കനാലിന്റെ ഒരു ബാരേജ് തകർത്തു, ഒരു ഭാഗം തകർത്തു. അതോടുകൂടി അത് അടയ്ക്കേണ്ടി വന്നു. ഡൽഹിയിൽ ഞാൻ താമസിക്കുന്ന അവിടെ 5 ദിവസത്തോളം വെള്ളം ലഭ്യമായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടേറിയ സമയമായിരുന്നു. അപ്പോൾ യമുന കനാൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? യമുന കനാൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ആദ്യമായി നിർമ്മിക്കുന്നത് ഫിറോസ് ഷാ തുഗ്ലക് ആണ് എന്ന കാര്യം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇദ്ദേഹം അതുകൊണ്ട് ഇറിഗേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ വെള്ളം ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ആളുകളുടെ മുകളിലൊരു ഒരു വാട്ടർ ടാക്സ് ചുമത്തിയിട്ടുണ്ടായിരുന്നു, ഫിറോസ് ഷാ തുഗ്ലക് ചുമത്തിയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ വാട്ടർ ടാക്സ് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിൽ അറിയോ കൂട്ടർക്ക്? ഹക്ക് ഇ ഷറാബ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഹക്ക് ഇ ഷറാബ്. ഹക്ക് ഇ ഷറാബ് എന്ന പേരിലാണ് ഈ ഒരു ടാക്സ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ? ഈ രീതിയിൽ ഫിറോസ് ഷാ തുഗ്ലക് കനാൽ ആൻഡ് ഇറിഗേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഫിറോസ് ഷാ തുഗ്ലകുമായി നിങ്ങൾ ഓർക്കേണ്ട 2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുത്തബ് മിനാറിന്റെ 4ാമത്തെ സ്റ്റോറി, 4ാമത് നില പണി കഴിപ്പിക്കുന്നത്. അത് എന്ത് ചെയ്തു അറിയാം? 4ാമത്തെ നില ഒരിക്കലും മിന്നലേറ്റിട്ട് എന്ത് ചെയ്തിരുന്നു, അത് തകർന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് പുനർനിർമ്മിച്ചത് ആരായിരുന്നു? ഫിറോസ് ഷാ തുഗ്ലക് ആയിരുന്നു. അതുപോലെ തന്നെ വളരെ ഇൻഫേമസ് ആയിട്ടുള്ള ഹിന്ദുക്കളുടെ മുകളിൽ, നോൺ മുസ്ലിംസ് ആയിട്ടുള്ള, അന്ന് പ്രധാനമായിട്ട് ഹിന്ദുസ് ആണല്ലോ, അവരുടെ മുകളിലുള്ള ജസിയ എന്ന് പറയുന്ന ടാക്സ്, നോൺ ഹിന്ദുസ് ആയിട്ടുള്ള ആളുകൾ അടയ്ക്കേണ്ട ജസിയ എന്ന് പറയുന്ന ഒരു മതനികുതിയാണത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു മതനികുതി ആദ്യമായിട്ട് ചുമത്തുന്നത് ആരാണ്? ഭരണാധികാരി ആരാണ്? അതും ഫിറോസ് ഷാ തുഗ്ലക് ആയിരുന്നു. മനസ്സിലായോ? ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമാണല്ലോ? അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ഷമിക്കണം, എ സ്റ്റേറ്റ്മെന്റ് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെ? എ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, തുഗ്ലക് നാമ ടെൽസ് us about the rule of മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ജീവിതം അല്ലെങ്കിൽ റൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കൃതിയാണ് തുഗ്ലക് നാമ എന്നാണ് നമ്മൾ പറയുന്നത്. ആണോ? തീർച്ചയായിട്ടുമല്ല. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അല്ല, ആദ്യ തുഗ്ലക് ഭരണാധികാരി ആയിട്ടുണ്ടായിരുന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിനെ കുറിച്ചാണ് തുഗ്ലക് നാമ എന്ന് പറയുന്ന കൃതിയിൽ പറയുന്നത്. ഇനി തുഗ്ലക് നാമ ആരാണ് എഴുതിയത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എഴുതിയത് ആമിർ ഖുസ്രു ആണ്. ആരാണ്? ആമിർ ഖുസ്രു ആണ് എന്ത് ചെയ്യുന്നത്, തുഗ്ലക് നാമ എന്ന് പറയുന്ന കൃതി എഴുതുന്നത്. അത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെതല്ല. ആരുടേതാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ജീവിത കാലഘട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇദ്ദേഹം ആമിർ ഖുസ്രു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ത്യയുടെ ദ പാരറ്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഫേമസ് ആയിട്ടുള്ള ആളാരായിരുന്നു? അദ്ദേഹമായിരുന്നു ആമിർ ഖുസ്രു അല്ലെ? പാരറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ തത്ത എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ആമിർ ഖുസ്രു. ഇദ്ദേഹം എന്താണ്? അലാവുദ്ദീൻ ഖിൽജിയുടെ, ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയുടെ സദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു. തുഗ്ലക് അല്ല നമ്മളിപ്പോൾ പറയുന്നത്, അലാവുദ്ദീൻ ഖിൽജിയുടെ സദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു ആമിർ ഖുസ്രു. മനസ്സിലാവുന്നുണ്ട്? ഈ ആമിർ ഖുസ്രു ആണ് തുഗ്ലക് നാമ എന്ന് പറയുന്ന കൃതി. അപ്പൊ 2 ഡൈനാസ്റ്റികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് ആര്? ആമിർ ഖുസ്രു എന്ന കാര്യം നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം തന്നെയാണ് ഉറുദു ഭാഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ്. അതായത് ഉറുദു ഭാഷ അറിയപ്പെടുന്നത് ഒരു യുദ്ധത്തിന്റെ നടക്കുന്ന പട്ടാള ക്യാമ്പുകളില്ലേ, അവിടെ എത്തിയിട്ടുള്ള ഈ അറബ് സംസാരിക്കുന്ന ആളുകളും ഇന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളുണ്ട് അല്ലെ? കാലങ്ങളായി നടക്കുന്ന യുദ്ധങ്ങളിലൂടെ ഇവർ രണ്ടുപേരും തമ്മിൽ ഈ 2 ഭാഷകളും കലർന്ന് ഉണ്ടായിട്ടുള്ള ഇവയുടെ 2ന്റെയും സംയോജനത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഭാഷയായിട്ടാണ് ഉറുദു കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ഭാഷകളുടെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഭാഷയാണ് ഉറുദു. നമ്മൾ ഇന്ത്യ വിഭജിക്കപ്പെട്ട സമയത്ത് ആക്ച്വലി എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്, ഉറുദു എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ഭാഷ ജനിച്ചത് ഇന്ത്യയിലാണ്. പക്ഷെ
പാകിസ്ഥാൻ ഉറുദു ഭാഷ അവരുടെ ദേശീയ ഭാഷ എടുത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഉറുദു എന്തായി മാറി? അത് പുറത്തേക്ക് പോയി. കാരണം എന്താണ്? പാകിസ്ഥാൻ ചെയ്യുന്നൊന്നും നമ്മൾ ചെയ്യില്ല എന്നുള്ളത്. ആക്ച്വലി അത് നമ്മുടെയാണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് കൊടുക്കേണ്ട ഒന്നായിരുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പക്ഷേ എന്താണ് ഉറുദുവിനെ പിന്നെ പതുക്കെ പതുക്കെ സെക്കൻഡ് ആക്കിയിട്ട് അതങ്ങനെ ആ വഴിക്ക് പോയി. എന്തൊക്കെയാണ്? കാരണം ഒരുപാട് വളരെ ഫേമസ് ആയിട്ട് ഇന്ത്യയുടെ ചരിത്രമായിട്ടും സംസ്കാരവുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കൃതികൾ ഉറുദു ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അത് ഒരു മതമായിട്ട് ബന്ധപ്പെട്ട് കാണേണ്ട ഭാഷയല്ല എന്ന് എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ പണ്ടൊരിക്കൽ പറഞ്ഞതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയുമ്പോൾ ആലോചിച്ചതായിരുന്നു. അപ്പം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും, അതായത് ഗസലുകളെ പരിചയപ്പെടുത്തിയ ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ സൂഫി ഭക്തിഗാനം ഖവാലീസ് നിങ്ങൾ കേട്ടില്ല, ആ ഖവാലീസിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് അമീർ ഖുസ്രു. അതുപോലെ തന്നെ സിത്താർ, തബല, അതുപോലെ തന്നെ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ, സരോദ്, ഇവയൊക്കെ കണ്ടുപിടിച്ച അമീർ ഖുസ്രാവു ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ കിഴക്കിന്റെ ഹോമർ എന്ന് പറഞ്ഞ് നേരത്തെ പഠിച്ചില്ലേ, അതുപോലെ ഇന്ത്യയുടെ ഹോമർ അല്ലെങ്കിൽ ഉറുദു ഹോമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? അമീർ ഖുസ്രാവു ആണ്. അപ്പൊ ഈ രീതിയിൽ അമീർ ഖുസ്രാവു എന്ന് പറയുന്നത് വളരെയധികം എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എന്താണ് ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാമ്പ് ലാംഗ്വേജ് എന്ന പേരിലാണ് എന്തറിയപ്പെടുന്നത്? ഉറുദു ഭാഷ അറിയപ്പെടുന്നത്. അപ്പം തുഗ്ലക്നാമ, അമീർ ഖുസ്രാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യുക? നിങ്ങൾ ആലോചിക്കാനായിട്ട് കൂട്ടുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ആൻസർ ഏതാണ്? എ മാത്രമാണ് ശരി. ഓൺലി എ ഈസ് ട്രൂ എന്ന കാര്യം ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഹമനി കിങ്ഡം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അലാവുദ്ദീൻ ബഹമൻ ഷാ. റായ്ചൂർ ദോബ് വാസ് ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് ഗോദാവരി റിവേഴ്സ്. എന്താണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിട്ടാണ് തോന്നുന്നത്? പലപ്പോഴും നിങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും, ഇല്ല ബഹമനി കിങ്ഡം ഇങ്ങേരല്ലല്ലോ കൊണ്ടുവന്നത്. ബഹമനി കിങ്ഡം നമുക്കറിയാം അല്ലെ. ബഹമനി കിങ്ഡം ആരാണ് സ്ഥാപിക്കുന്നത്? അത് ഹസൻ ഗംഗു ആണല്ലോ അല്ലെ. ബഹമനി കിങ്ഡം സ്ഥാപിക്കുന്നത് ഹസൻ ഗംഗു ആണ് അല്ലെ. പക്ഷേ ഹസൻ ഗംഗുവിന്റെ യഥാർത്ഥ പേരാണ് അലാവുദ്ദീൻ ബഹ്മൻ ഷാ. അലാവുദ്ദീൻ ബഹ്മാൻ ഷാ എന്ന് പറയുന്ന ആര് തന്നെയാണ്? ഹസൻ ഗംഗു തന്നെയാണ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അതായത് നമ്മളുടെ ബഹമനി കിങ്ഡം എന്ന് പറയുന്നത് നമ്മളുടെ ഡെക്കാൻ ഏരിയയില്ലേ, ഇന്ത്യ എങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സൗത്ത് ഇന്ത്യ കണ്ടിട്ട് അപ്പുറത്തേക്കുള്ള ഡെക്കാൻ ഏരിയ ഉണ്ടല്ലോ, ഈ ഡെക്കാൻ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ബഹമനി കിങ്ഡം എന്ന് പറയുന്ന ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഭാഗം പല പല പീസുകളായിട്ട് കിടക്കുകയായിരുന്നു. ആ ഭാഗത്തിനെ ഒന്നാകെ അവിടുത്തെ തമ്മിൽ നടക്കുന്ന ചീഫുകളെയൊക്കെ കൂടിയിട്ട് എന്താണ് അടിച്ചമർത്തിയിട്ട് ഈ ഭാഗത്തിനെ ഒന്നാക്കിയ ആളായിരുന്നു ഹസൻ ഗംഗു അഥവാ അലാവുദ്ദീൻ ബഹ്മൻ ഷാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അലാവുദ്ദീൻ ബഹ്മൻ ഷാ എന്ത് ചെയ്യുകയാണ്? 1347 ബഹ്മനി കിങ്ഡം എന്ന് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പിന്നീട് 1527 സമയത്ത് ഇത് പല പല പീസുകളായിട്ട് ഡെക്കാൻ സുൽത്താനേറ്റ് ആയിട്ട് പിന്നീട് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ഹസൻ ഗംഗു തുടങ്ങി വെക്കുന്നതാണ് ബഹാമനി കിങ്ഡം. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു മുസ്ലിം സാമ്രാജ്യമായിരുന്നു എന്നുകൂടി ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു എന്തായിരുന്നു? ഒരു മുസ്ലിം എംപയർ ആയിരുന്നു, മുസ്ലിം കിങ്ഡം ആയിരുന്നു ബഹമനി കിങ്ഡം എന്ന കാര്യം കൂടി ആലോചിക്കാനായിട്ട് കൂട്ടുകാര് ശ്രദ്ധിക്കുക. ഓക്കെയാണ്. കാരണം ആ രീതിയിൽ ചോദ്യം വരാണ്. ഡെക്കാൻ പ്രദേശം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഭാഗത്തിനെ എല്ലാം ഒന്നിച്ചു ചേർത്ത ആദ്യത്തെ മുസ്ലിം എംപയർ ഏത് എന്ന രീതിയിലേക്ക് ചോദ്യം വന്നാൽ അത് ഹസൻ ഗംഗു നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ബഹമനി കിങ്ഡം ആയിരുന്നു എന്ന കാര്യം ആലോചിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ആണ്. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ. നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാണ്? റായ്ചൂർ ദോബിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ. റായ്ചൂർ ദോബ് വാസ് ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് ഗോദാവരി റിവേഴ്സ് എന്ന് പറയുന്നു. ശരിയാണോ? തീർത്തും ശരിയാണ്. റായ്ചൂർ ദോബ് ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റായ്ചൂർ ദോബ് ഏതാണ്? ഞാൻ കറക്റ്റ് പൊസിഷൻ അല്ല ചിലപ്പോൾ കാണിക്കേണ്ടാവുക, എൻ്റെ ഇന്ത്യ കറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലാത്തതുകൊണ്ട്. കൃഷ്ണ റിവർ ഇങ്ങനെ പോവുകയാണെന്നും ഗോദാവരി ഇങ്ങനെ പോവുകയാണെന്നും വിചാരിക്കും നിങ്ങൾ. അതിനിടയിൽ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ഫലഭൂയിഷ്ടമായ പ്രദേശമായിരുന്നു റായ്ചൂർ ദോബ് എന്ന് പറയുന്നത്. മനസ്സിലായി? രണ്ട് നദികളുടെ ഇടയിലുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ ദോബ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഈ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് പിന്നീട്, അതായത് ഈ രാജ്യങ്ങൾ ഈ ഭാഗത്ത് ഗോൽക്കൊണ്ട ഇവിടെ കിടക്കുക, പല പല സ്ഥലങ്ങൾ ബിദാർ, ബേരാർ അങ്ങനെ പലതും കിടക്കുന്നുണ്ടല്ലോ. ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പിന്നീട് എന്താണ് നമുക്കറിയാം, കൃഷ്ണദേവരായരുടെ നേതൃത്വത്തിൽ വിജയനഗര സാമ്രാജ്യം ഇവിടെ എന്താണ് സ്ഥാപിക്കപ്പെടുന്നത്. വിജയനഗര സാമ്രാജ്യവും ബാക്കിയുള്ള ഈ ഡെക്കാൻ സുൽത്താനേറ്റ്സും തമ്മിലുള്ള യുദ്ധം, ഇതെല്ലാം ഈ റായ്ചൂർ ദോബിന് വേണ്ടി. റായ്ചൂർ ദോബ് ഒരു കൂട്ടർ പിടിച്ചെടുക്കും, കുറച്ച് വർഷം കഴിഞ്ഞ് അടുത്ത കൂട്ടർ അത് തിരിച്ചു പിടിച്ചെടുക്കും, മറ്റൊരു കൂട്ടർ പിന്നെ പിടിച്ചെടുക്കും. അങ്ങനെ റായ്ചൂർ ദോബിന് വേണ്ടിയിട്ട് അതിശക്തമായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ റായ്ചൂർ ദോബ് ചരിത്രപരമായിട്ട് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ എന്ത് മനസ്സിലാക്കുക? റായ്ചൂർ ദോബ് എന്ന് പറയുന്നത് എവിടെയാണ്? കൃഷ്ണ തുംഗഭദ്ര നദികളുടെ ഇടയിലാണ്. കൃഷ്ണ ആൻഡ് തുംഗഭദ്ര, കൃഷ്ണ
ആൻഡ് തുംഗഭദ്ര നദികളുടെ ഇടയിലാണ് റായ്ചൂർ ദ്വീപ് എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് ഗോദാവരി റിവേഴ്സ്. അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൂട്ടുകാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റായ്ചൂർ ദ്വീപ് വാസ് ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് തുംഗഭദ്ര റിവർ എന്നുള്ളത് ആലോചിക്കാനായിട്ട് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ല ആ ഭാഗത്ത് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബഹമനി കിങ്ഡം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അലാവുദ്ദീൻ ബഹമാൻ ഷാ എന്ന് പറഞ്ഞ ശരിയായ സ്റ്റേറ്റ്മെന്റും റായ്ചൂർ ദ്വീപ് കൃഷ്ണ ഗോദാവരി അല്ല, കൃഷ്ണ തുംഗഭദ്രയാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റുമാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആൻസർ കീയിൽ ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ തിരുത്താനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. സോ ഓൺലി എ ഈസ് ട്രൂ എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ വരുന്നത് എന്ന് ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഭാഗവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ പാർട്ട് ഓഫ് ഡെക്കാൻ സുൽത്താനേറ്റ്? അത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഡെക്കാൻ സുൽത്താനേറ്റുകൾ ഏതെല്ലാമായിരുന്നു? ബിജാപൂർ ഉണ്ട്, അഹമ്മദ് നഗർ ഉണ്ട്, ഗോൽക്കൊണ്ടയുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ്? ബേരാർ ഉണ്ട്, ബിദാറുമുണ്ട് അല്ലെ, ബിദാറുമുണ്ട്, BIDA, ബിദാറുണ്ട്. ഇവയാണ് 5 മേവാർ ഡെക്കാൻ സുൽത്താനേറ്റിന്റെ ഭാഗം ആയിരുന്നില്ല അല്ലെ. ഓരോരോ രാജവംശങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇത് ബിജാപൂർ ഓർമ്മയില്ലേ? ബിജാപൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സുൽത്താൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? യൂസഫ് ആദിൽ ഷാ അല്ലെ. യൂസഫ് ആദിൽ ഷാ വളരെ ഫേമസ് ആയിട്ടുള്ള സുൽത്താനൊക്കെ ആയിരുന്നു. അതൊക്കെ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, കൃഷ്ണദേവരായർ വാസ് ഫ്രം സംഗമ ഡൈനസ്റ്റി എന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഇത് പ്രീവിയസ് ആയിട്ട് ഈ രീതിയിലുള്ള ഡൈനാസ്റ്റി ആൻഡ് ഇവരെ കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ PSCയിൽ വന്നിരുന്നു. അമുക്തമല്യാദ വാസ് റിട്ടൺ ബൈ കൃഷ്ണദേവരായർ. 2 സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. നോക്കൂ, കൃഷ്ണദേവരായർ എന്ന് പറയുന്നത് നമ്മളുടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവായിരുന്നു കൃഷ്ണദേവരായർ. 509 മുതൽ 29 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം ഉണ്ടായിരുന്നത്. ഇനി വിജയനഗര സാമ്രാജ്യത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിജയനഗര സാമ്രാജ്യം ഒരു ഒരു എന്താ പറയുക, രാജവംശമല്ല. പല പല ആളുകൾ, സംഗമ ഡൈനസ്റ്റി, സാലുവ ഡൈനസ്റ്റി, തുളുവ ഡൈനസ്റ്റി, അരവീഡു ഡൈനസ്റ്റി, ഇവരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അരവീഡു ഡൈനസ്റ്റി, ഇവരെല്ലാവരും എന്താണ്, ഈ 4 ഡൈനാസ്റ്റികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ കൃഷ്ണദേവരായര് സംഗമ ഡൈനാസ്റ്റി ആദ്യത്തെ ഡൈനാസ്റ്റിയാണ്. ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച 2 പേരെ നിങ്ങൾക്ക് അറിയില്ലേ? ആരൊക്കെയായിരുന്നു? ഹരിഹരനും ബുക്കയും അല്ലെ. ഹരിഹരൻ ആൻഡ് ബുക്ക, ഇവർ 2 പേരും ഈ ആദ്യത്തെ ഡൈനസ്റ്റി ആയിട്ടുള്ള സംഗമ ഡൈനസ്റ്റിയിൽ പെടുന്ന ആളുകളായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? ഇവർ 2 പേരും ആരായിരുന്നു? ഇവർ 2 പേരും സംഗമ ഡൈനസ്റ്റിയിൽ പെടുന്ന ആളുകളായിരുന്നു, ഹരിഹരനും ബുക്കനും. മനസ്സിലാവുന്നുണ്ടോ? ഇവർ 2 പേരും ഇതാണ്. ഇനി ഇതിനുശേഷം പല പല ആളുകൾ വരുന്നുണ്ട്. ഹരിഹരൻ വരുന്നുണ്ട്, ഒരു ദേവരായർ വരുന്നുണ്ട്, ദേവരായർ 1 വരുന്നുണ്ട്, ദേവരായർ 2 വരുന്നുണ്ട്, വിരൂപാക്ഷരായർ വരുന്നുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞിട്ടാണ് തുളുവ ഡൈനസ്റ്റിയിൽ പെടുന്ന കൃഷ്ണദേവരായർ എന്ത് ചെയ്യുന്നത്, വരുന്നത്. തുളുവ ഡൈനസ്റ്റിയിൽ പെടുന്ന കൃഷ്ണദേവരായർ. അപ്പൊ കൃഷ്ണദേവരായർ എന്താണ്? സംഗമ ഡൈനസ്റ്റി അല്ല, തുളുവ ഡൈനസ്റ്റിയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അമുക്തമല്യാദ വാസ് റിട്ടൺ ബൈ കൃഷ്ണദേവരായർ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കൃഷ്ണദേവരായരുടെ ബാക്കിയുള്ള എന്താ പറയുക സ്റ്റേറ്റ്മെന്റുകൾ കൂടി നമ്മൾ PDF കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? അമുക്തമല്യാദയുണ്ട്, ജാമ്പവതി കല്യാണം, ഉഷാപരിണയം, ജ്ഞാനചിന്താമണി, രസമഞ്ജരി, ഇങ്ങനെ ധാരാളം കൃതികൾ ആരുടെയുണ്ട്? കൃഷ്ണദേവരായരുടെ. പണ്ഡിതനായിട്ടുള്ള രാജാവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കൃഷ്ണദേവരായരുടെ കാലഘട്ടമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന കാലഘട്ടമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് അല്ലെ. കൃഷ്ണദേവരായർ അറിയപ്പെടുന്ന മറ്റു പല പേരുകളുണ്ട്. എന്താണ്? ആന്ധ്ര അല്ലെ. ഇദ്ദേഹം ഒരു തെലുങ്ക് എന്താ പറയുക ബേസ് ഉള്ള ഒരാളായിരുന്നു അല്ലെ. ആന്ധ്രാ ഭോജൻ, അതുപോലെ തന്നെ എന്താ പറയുക ആന്ധ്രാ പിതാമഹൻ, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ആളായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മളുടെ കൃഷ്ണദേവരായർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സദസ്സിലെ പ്രധാനപ്പെട്ട 8 കവികളെ വിളിച്ചിട്ടുണ്ടായിരുന്ന പേരായിരുന്നു അഷ്ടദിഗജങ്ങൾ എന്ന്. എന്തായിരുന്നു? അഷ്ടദിഗജങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? ഇതിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളായിരുന്നു അല്ലാസാനി പെദ്ദണ്ണ എന്ന് പറയുന്ന അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള തെലുഗു കവിയായിരുന്നു. തെലുഗു കവിതയുടെ പിതാവ്, ഫാദർ ഓഫ് തെലുഗു പോയം, തെലുഗു കവിതയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ അല്ലാസാനി പെദ്ദണ്ണയായിരുന്നു. പ്രത്യേകം ആലോചിക്കുക, അല്ലാസാനി പെദ്ദണ്ണയാണ്
തെലുഗു പോയട്രിയുടെ പിതാവ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം അഷ്ടദിഗജങ്ങളിൽ ഒരാളായിരുന്നു. അല്ലാസാനി ഈ പെദ്ദണ്ണയെ ആന്ധ്ര കവിതാ പിതാമഹൻ, എന്താണ് ആന്ധ്ര കവിതാ പിതാമഹൻ എന്ന് വിശേഷിപ്പിച്ചത് നമ്മളുടെ കൃഷ്ണദേവരായരായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അല്ലാസാനി പെദ്ദണ്ണയാണ് തെലുഗു പോയട്രിയുടെ പിതാവ് അഥവാ ആന്ധ്ര കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈ ആന്ധ്ര കവിതാ പിതാമഹൻ എന്ന് പെദ്ദണ്ണയെ വിശേഷിപ്പിച്ചത് ആര് തന്നെയായിരുന്നു? കൃഷ്ണദേവരായർ തന്നെയായിരുന്നു. കൃഷ്ണദേവരായരുടെ സദസ്സിലെ മറ്റ് പ്രശസ്തനായിട്ടുള്ള ഒരാളായിരുന്നു തെന്നാലി രാമൻ, അല്ലെ, വികടകവി എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന തെന്നാലി രാമൻ. അതുകൂടി ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹരിഹരൻ ആൻഡ് ബുക്കൻ എവിടത്തെയാണ്? സംഗമ ഡൈനസ്റ്റിയാണ്. തുളുവ ഡൈനസ്റ്റിയിലാണ് കൃഷ്ണദേവരായർ വരുന്നത് എന്ന കാര്യം കൂടി വ്യക്തമായി ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണേ? സംശയങ്ങളില്ലല്ലോ. അടുത്ത ചോദ്യം, ദ ബാറ്റിൽ ഓഫ് തളിക്കോട്ട ടുക്ക് പ്ലേസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ്? ഏത് വർഷമാണ്? 1565, അല്ലെ? വിജയനഗര സാമ്രാജ്യത്തിനെതിരായിട്ട് ബാക്കിയുള്ള ഈ ഡെക്കാൻ സുൽത്താനേറ്റ്സുകൾ എല്ലാം കൂടി ഒന്നിച്ചു ചേർന്നിട്ട് ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. വളരെ ഹൈറ്റിൽ ഉണ്ടായിരുന്ന വിജയനഗര സാമ്രാജ്യം എന്ത് ചെയ്യണം? തകർക്കപ്പെടുകയാണ്. നമ്മുടെ ഹംപിയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഹംപി ആണല്ലോ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുണ്ടായിരുന്നത്. ഹംപി എന്ത് ചെയ്യുകയാണ്? ഹംപി ഉൾപ്പെടെയുള്ള ഇടങ്ങളൊക്കെ എന്താണ്? തകർക്കപ്പെടുന്നു. ഈ വളരെ പ്രശസ്തമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള യുദ്ധമായിരുന്നു തളിക്കോട്ട യുദ്ധം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തളിക്കോട്ട യുദ്ധം നടക്കുന്ന സമയത്ത് ഈ തളിക്കോട്ട യുദ്ധം എന്താ പറയുക, വിജയനഗരത്തിന്റെ വാട്ടർലൂ യുദ്ധം എന്ന പേരിൽ ബനിഹട്ടി യുദ്ധം, ഏതാണ്? ബന്നിഹട്ടി യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം. മനസ്സിലാവുന്നുണ്ടോ? ഈ യുദ്ധം എന്ത് ചെയ്യുകയാണ്? ഇവിടുത്തെ ഡെക്കാന്റെയും സൗത്ത് ഇന്ത്യയുടെയും മൊത്തത്തിലുള്ള ഒരു ഹിസ്റ്ററി തന്നെ മാറ്റുന്നൊരു യുദ്ധമായിട്ട് തളിക്കോട്ട യുദ്ധം മാറുകയാണ്. ഓക്കെ ആണല്ലോ. സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. സദാശിവരായർ ആയിരുന്നു തളിക്കോട്ട യുദ്ധം നടക്കുന്ന സമയത്ത് വിജയനഗര സാമ്രാജ്യത്തിന്റെ രാജാവ്. ഓക്കെ ആണല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നായങ്കാര സമ്പ്രദായം വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അയ്യഗാർ സമ്പ്രദായം ബഹമനി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. നായങ്കാര സമ്പ്രദായവും അയ്യങ്കാര സമ്പ്രദായവും എന്തായിരുന്നു? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അയ്യങ്കാര സമ്പ്രദായവും രണ്ടും വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഇത് ഒരു തരത്തിലുള്ള ഭരണ സംവിധാനമായിരുന്നു. അതായത് ഈ എന്താ പറയുക, ഓരോ രാജ്യത്തിന് തൻ്റെ സാമ്രാജ്യത്തിനെ ചില പ്രവിശ്യകളായിട്ട് എന്താണ് തിരിക്കുകയും ഇതിനൊക്കെ ഓരോരോ ഗവർണർമാരുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഗവർണർമാരുണ്ടാകും. ഈ ഗവർണർമാർക്ക്, ആ പ്രവിശ്യകളുടെ ഗവർണർമാർക്ക്, അല്ലെങ്കിൽ ഈ ഗവർണർ മോസ്റ്റ്ലി ആരായിരിക്കും? അവിടുത്തെ ജനറൽ ആയിരിക്കും. മനസ്സിലാവും? അവിടുത്തെ സൈന്യത്തിനെയും കൂടി നിയന്ത്രിക്കുന്ന ജനറൽ ആയിരിക്കും ഗവർണർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ജനറൽ എന്ത് ചെയ്യും? ഈ സ്ഥലം അങ്ങ് കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവർക്ക് എന്ത് ചെയ്യുന്നു? ഈ ആളുകളാണ് നായക് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവരാണ് നായക് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ നായക്സിന് ഈ ഭൂമി അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ നായക്സിന് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്ന ഭൂമിയിൽ നിന്ന് അവർക്ക് കരം പിരിക്കാം, ഭരിക്കാം. എന്നിട്ട് ഒരു സർട്ടേൺ എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? അവർ രാജാവിന് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ ഈ കരം പിരിച്ച് ഈ പ്രവിശ്യകൾ എന്താണ്, ഈ നായക് എന്ന് പറയുന്ന ഇവരെ ഭരിച്ചുകൊണ്ട് രാജാവിന് വേണ്ടി ഭരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്ന ഈ പരിപാടിയെയാണ് നായങ്കാര സമ്പ്രദായം എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇതെന്താണ്? ഇത് പ്രൊവിൻഷ്യൽ തലത്തിൽ മൊത്തം രാജ്യത്തിന്റെ ഉള്ളിലേക്ക് ഇത് പോകുന്നൊരു സിസ്റ്റമാണത്. ഇനി ഇതിവിടത്തെ ഈ ഓരോ ഭാഗത്തിനെയും പല പല ഗ്രാമങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ടാകില്ലേ കൂട്ടുകാരെ? ഈ ഗ്രാമങ്ങളിലുള്ളിലും ഭരണം നടക്കണം, അല്ലെ? ഈ ഗ്രാമങ്ങളുടെ ഉള്ളിൽ ഭരണ സൗകര്യത്തിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവിശ്യകളായിട്ടും പല പല നാടുകളായിട്ടും ഗ്രാമങ്ങളായിട്ടും തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ ഗ്രാമങ്ങളുടെയും ഉള്ളില് ഡേ ടു ഡേ ആയിട്ടുള്ള ഭരണം നടക്കണം. ആ ഭരണം നടത്തിയിരുന്ന ആളുകളായിരുന്നു അയ്യഗാർമാർ. മനസ്സിലാവുന്നുണ്ടോ? ഈ അയ്യർഗാർമാർ പരമ്പരാഗതമായിട്ട് ഒരാളാണെങ്കിൽ അയാളുടെ മക്കളാവും, പിന്നെ മക്കളാവും, അടുത്ത മക്കളാവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ജനറലി നടക്കേണ്ടായിരുന്നത്. ഈ ഗ്രാമത്തിന്റെ ഭരണം, ഈ ഗ്രാമം ലെവലിലുള്ള ഭരണമായിരുന്നു അയ്യഗാർ സമ്പ്രദായം. മനസ്സിലായോ? അപ്പോൾ നായങ്കാര സമ്പ്രദായവും അയ്യഗാർ സമ്പ്രദായവും രണ്ടും വിജയനഗര സാമ്രാജ്യമാണ്. ബഹമനിയുമായിട്ട് അതിന് ബന്ധമില്ല. സോ എ സ്റ്റേറ്റ്മെന്റ് ശരി, ബി സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഓൺലി എ ഈസ് ട്രൂ എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഷേർഷാ സൂരി പരാജയപ്പെടുത്തിയ മുഗൾ രാജാവ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരായിരുന്നു? നമുക്കറിയാം അല്ലെ, ബാബർ വരുന്നു, ബാബറുടെ കാലഘട്ടം കഴിയുന്നു, പോകുന്നു, പിന്നെ ഹുമയൂൺ വരികയാണ്. ഹുമയൂൺ എന്ന പേരെന്താ? ഇതിന്റെ ആൻസർ ഏതാണ്? ഹുമയൂൺ ആണ്, അല്ലെ? ഹുമയൂണിനെയാണ് ആര് പരാജയപ്പെടുത്തുന്നത്? ഷേർഷാ സൂരി പരാജയപ്പെടുത്തുന്നത്. അക്ബറിന്റെ പിതാവായിട്ടുള്ള ഹുമയൂണിനെയാണ് പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ ഹുമയൂൺ എന്ന പേരിന്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ്. എന്താണ്? ഭാഗ്യവാൻ, ലക്കി പേഴ്സൺ എന്നാണ് അർത്ഥം.
ഇത്രയും ഭാഗ്യം ഇല്ലാത്ത ഒരാൾ എന്താണ്, വേറൊരാളും ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഹുമയൂണിന് മര്യാദയ്ക്ക് അധികാരത്തിൽ ഇരിക്കാൻ തന്നെ മര്യാദയ്ക്ക് പറ്റിയിട്ടില്ല. ഇദ്ദേഹം 1530 മുതൽ 1540 വരെ രാജാവായിരുന്നു. 39-40 കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷേർഷാ സൂരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 2 യുദ്ധങ്ങളാണ് നടക്കുന്നത്. ഒന്ന് 1539 ചൗസ യുദ്ധം. ഏതാണ്? ചൗസ, ബാറ്റിൽ ഓഫ് ചൗസ നടക്കുന്നുണ്ട്. 1540 കനൗജ്, ബാറ്റിൽ ഓഫ് കനൗജ് നടക്കുന്നുണ്ട്. ഈ 2 യുദ്ധങ്ങളിലും ആര് പരാജയപ്പെടുന്നു? ഹുമയൂൺ പരാജയപ്പെടുകയും അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, രാജ്യം വിട്ടു പോകേണ്ടി വരികയാണ്. പിന്നീട് 1540 മുതൽ 45 വരെ ഷേർഷാ സൂരിയും പിന്നെ സൂരി രാജവംശത്തിലെ ബാക്കിയുള്ള ആളുകളും എന്താണ്, ഭരിച്ചു പോവുകയാണ്. അവസാനം 1555 വരേക്കും ഈ ഭരണം എന്താണ്, തുടരുന്നുണ്ട്. പിന്നീടാണ് അക്ബറിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നത്, അക്ബറിന്റെ സൈന്യാധിപനായിട്ടുള്ള ബേരം ഖാന്റെയും മറ്റു നേതൃത്വത്തിൽ യുദ്ധങ്ങൾ നടക്കുകയും ഇത് മുഗൾ രാജവംശത്തിലേക്ക് തിരിച്ച് ഭരണം വരികയും. അപ്പൊ ഏതാണ്ട് 15 വർഷത്തോളം നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തില് മുഗൾ ഭരണം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. മനസ്സിലായോ? മുഗൾ ഭരണം ആയിരുന്നില്ല ഉണ്ടായിരുന്നത് എന്ന കാര്യം വളരെ കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഫൈൻ. അതിൽ സംശയങ്ങൾ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, പാടില്ല. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷേർഷാ സൂരി പരാജയപ്പെടുത്തിയ മുഗൾ രാജാവാരാണ്? അപ്പോൾ ഹുമയൂൺ ആണ് എന്ന് ആലോചിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് took place in the year of 1556. Akbar defeated Maharana Pratap in this battle. Maharana Pratap was also known as Hemu. കുറെ നിങ്ങളിന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്റ്റേറ്റ്മെന്റുകളായിട്ട് ഇത് തന്നിട്ടുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1556 തന്നെയാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നത്. അത് വളരെ ബേസിക് ആയിട്ടുള്ള അറിവാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പാനിപ്പത്ത് യുദ്ധങ്ങൾ 1, 2, 3 വർഷങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കണം, അല്ലെ? ആദ്യത്തെ പാനിപ്പത്ത് യുദ്ധം ബാബറിന്റെ നേതൃത്വത്തിലുള്ള ഡിസൈസീവ് വാർ ആയിരുന്നു. രണ്ടാമത്തേത് മുഗൾ ഭരണം തിരിച്ചു വരുന്നൊരു ആയിരുന്നു. മൂന്നാമത്തേത് എന്ന് പറയുന്നത് മറാത്ത എംപയറിന്റെ അവസാനം എന്ന രീതിയിൽ മറാത്ത എംപയർ ശിഥിലമാക്കി കളഞ്ഞിട്ടുള്ള അഹമ്മദ് ഷാ അബ്ദാലിയുമായി നടക്കേണ്ടായിരുന്നിട്ടുള്ളതായിരുന്നു മൂന്നാമത്തെ പാനിപ്പത്ത് വാർ, അല്ലെ? അങ്ങനെ 3 പാനിപ്പത്ത് വാറുകൾ നടക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1556 ശരിയായ സ്റ്റേറ്റ്മെന്റ്. അക്ബർ ഡിഫീറ്റഡ് മഹാറാണ പ്രതാപ് ഇൻ ദിസ് ബാറ്റിൽ. മഹാറാണ പ്രതാപ് വാസ് ഓൾസോ നോൺ ആസ് ഹെമു. കൺഫ്യൂസിങ്. കാരണം എന്താ? സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തില് അക്ബർ പരാജയപ്പെടുത്തുന്നത് ആരെയാണ്? ഹെമുവിനെയാണ്. അത് ശരിയാണ്. പക്ഷേ മഹാറാണ പ്രതാപ് ആണോ ഹെമു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? അല്ല. മഹാറാണ പ്രതാപിനെ ആണോ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ പരാജയപ്പെടുത്തിയത്? അല്ല. അപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി എന്താണ്, മിക്സ് ചെയ്ത് കാര്യങ്ങൾ തന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ അക്ബർ പരാജയപ്പെടുത്തുന്നത് ഹെമുവിനെയാണ്. പക്ഷേ ഹെമു അറിയപ്പെടുന്നത്, ഹെമുവിന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു? ഹേമചന്ദ്ര. എന്താണ്? ഹേമചന്ദ്ര. ഓക്കെ, ഇനി അടുത്തത് മഹാറാണ പ്രതാപുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ഏതാണ്? അത് ഹൽദിഘട്ട് യുദ്ധമാണ്. ഏതാണ്? ഹൽദിഘട്ട് യുദ്ധമാണ്. ഹൽദിഘട്ട് യുദ്ധമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഈ പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹൽദിഘട്ട് യുദ്ധമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഈ പേരിൽ അറിയപ്പെടുന്നത്. ഹൽദിഘട്ട് യുദ്ധമാണ് അക്ബറും മഹാറാണ പ്രതാപും തമ്മിലുള്ള യുദ്ധം. ഇനി ആ യുദ്ധം, ഹൽദിഘട്ട് യുദ്ധം നടന്നത് 1576 മനസ്സിലാവുന്നുണ്ടോ? ഇതും വളരെ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. മനസ്സിലാവുന്നു? ഒരു രജപുത്ര രാജാവായിരുന്നു ഇദ്ദേഹത്തിന്. ഈ ഹൽദിഘട്ട് യുദ്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൽദിഘട്ട് യുദ്ധം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മഹാറാണ പ്രതാപിന്റെ കുതിരയുണ്ട്, ആ കുതിരയുടെ പേര് ചേതക് എന്നായിരുന്നു. അതും വളരെ ഫേമസ് ആയിട്ടുള്ള കുതിര. നമ്മളുടെ അലക്സാണ്ടറിന്റെ കുതിര പോലെ ഈ കുതിരയും വളരെ ഫേമസ് ആണ്. മനസ്സിലായി? അലക്സാണ്ടറിന്റെ കുതിരയായിരുന്നു ബ്യൂസിഫാലസ്, അല്ലെ? ഈ കുതിര ചേതക് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ സഹായിച്ച മറ്റൊരു, അക്ബറിനെ ഈ ഹൽദിഘട്ട് യുദ്ധത്തിൽ ജയിക്കാൻ ഏറ്റവും അധികം ശക്തമായി സഹായിച്ച ഒരു രജപുത്ര സൈന്യാധിപൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു രാജാ മൻസിംഗ്. ആരായിരുന്നു? രാജാ മൻസിംഗ്. അപ്പൊ അക്ബറിന് അറിയാമായിരുന്നു രജപുത്രാസിനെ പരാജയപ്പെടുത്തണമെന്നെങ്കിൽ രജപുത്രാസുമായിട്ട് നല്ല ബന്ധം വേണം, അല്ലെങ്കിൽ ആ ഭാഗം മുഴുവൻ കണ്ടിന്യൂസ് യുദ്ധമായിരിക്കുമെന്ന് അക്ബറിന് അറിയാമായിരുന്നു. അപ്പൊ രജപുത്ര
ഫാമിലീസുമായിട്ട് അദ്ദേഹം വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. മറ്റു രീതിയിൽ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് അവിടുത്തെ രാജാക്കന്മാരെ അദ്ദേഹം ഉൾപ്പെടുത്തി സൈന്യാധിപന്മാരാക്കി മാറ്റി. അങ്ങനെ ആ വിഭാഗത്തിലെ ആളുകളെ ഒന്നിച്ചു നിർത്തിയിട്ടാണ് അക്ബർ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കാലഘട്ടം സമാധാനപരമായിട്ട് പലപ്പോഴും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. സോ മഹാറാണ പ്രതാപ് സിംഗ്, ബാറ്റിൽ ഓഫ് ഹൽദിഘട്ട് 1576, ചേതക് എന്ന കുതിര, രാജാ മൻസിംഗ് അക്ബറിനെ സഹായിച്ച മറ്റൊരു രജപുത്ര സൈന്യാധിപൻ. ഹേമചന്ദ്ര എന്ന പേരുള്ള ഹെമു, അദ്ദേഹത്തിനെയാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ അക്ബർ പരാജയപ്പെടുന്നത് വർഷം 1556. കൃത്യമാണല്ലോ, സംശയങ്ങളൊന്നും ഉണ്ടാവരുത്. ഇനി ഈ രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടത്തുമ്പോൾ അക്ബറിന് 13 വയസ്സോ മറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേണ്ടിയിട്ട് ഈ സമയത്ത് യുദ്ധം നടത്തിയ സൈന്യാധിപൻ ബൈറം ഖാൻ ആയിരുന്നു. ആരായിരുന്നു? ബൈറം ഖാൻ ആയിരുന്നു യുദ്ധം നടത്തിയത്. മനസ്സിലാവുന്നുണ്ടോ? ബൈറം ഖാനാണ് യുദ്ധം നടത്തിയത്. അതുകൂടി ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. മൻസബ് വാസ് എ റാങ്ക് ഗിവൺ ഡ്യൂറിങ് അക്ബേഴ്സ് റെയിൻ. ശരിയല്ലേ? മൻസബ്ദാരി സിസ്റ്റം അല്ലെ, നമുക്കറിയാം മൻസബ്ദാരി സിസ്റ്റം റാങ്ക് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കൂ, അബുൾ ഫസൽ വാസ് ദ പോയറ്റ് ഇൻ ദ കോർട്ട് ഓഫ് അക്ബർ. ശരിയാണോ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അബുൾ ഫസൽ എങ്ങനെയാണ് പ്രശസ്തനാകുന്നത്? അബുൾ ഫസലാണ് വളരെ പ്രശസ്തമായിട്ടുള്ള അക്ബർനാമ എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുള്ളത് അല്ലെ. അക്ബർനാമ, ഈ അക്ബർനാമ ആക്ച്വലി 3 പാർട്ടുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 പാർട്ടുകൾ, ഒന്ന് അക്ബറുടെ മുൻഗാമികളെ കുറിച്ചാണ്, ഒന്ന് അക്ബറിന്റെ ഭരണകാലഘട്ടത്തിനെ കുറിച്ചാണ്, മറ്റൊന്ന് അക്ബറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് മുൻഗാമികളെ കുറിച്ച്, പിന്നൊന്ന് ഭരണകാലം, പിന്നൊന്ന് ഭരണ സംവിധാനം. ഇതിൽ തേർഡ് പാർട്ട് അക്ബറിന്റെ ഭരണ സംവിധാനത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഭാഗമാണ് ഐനി അക്ബരി. ഏതാണ്? ഐനി അക്ബരി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഭാഗം. മനസ്സിലാവുന്നുണ്ടോ? ഐനി അക്ബരി, നമ്മൾ അക്ബറിന്റെ ലാൻഡ് റവന്യൂ സിസ്റ്റം, ഭരണ സംവിധാനം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു നോളജ് തരുന്ന ഭാഗം ഈ അക്ബർനാമ എന്ന് പറയുന്ന ഈ വലിയ കൃതിയുടെ 3 ഭാഗങ്ങളിലെ 3ാമത്തെ പോർഷനായിട്ടുള്ള ഐനി അക്ബറിയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ അബുൾ ഫസൽ ഈ രീതിയിൽ പ്രശസ്തനാണ് എന്ന കാര്യം ആലോചിക്കുക. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓൺലി. പിന്നെ അക്ബറിന്റെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, അക്ബറുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യം. അക്ബറിന്റെ പ്രധാനപ്പെട്ട ലാൻഡ് റവന്യൂ സിസ്റ്റത്തിന്റെ പേരെന്തായിരുന്നു? സാപ്തി എന്നായിരുന്നു. എന്തായിരുന്നു? സാപ്തി എന്നായിരുന്നു പേര്. ഈ സാപ്തി എന്ന് പറയുന്ന ഭൂനികുതി സിസ്റ്റം അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ച ആള് മറ്റൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് രാജാ തോഡർമാൽ. ആരാണോ? രാജാ തോഡർമാൽ. രാജാ തോഡർമാൽ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന രാജാവായിരുന്നു. ഇദ്ദേഹമാണ്, രാജാ തോഡർമാലാണ് എന്ത് ചെയ്യുന്നത്? അക്ബറിനോട് ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം, ഭൂനികുതി സിസ്റ്റം എന്ത് ചെയ്യുന്നത്? പ്രപ്പോസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ രാജാ തോഡർമാൽ എന്ന് പറയുന്ന പേര് എന്ത് ചെയ്യുക? പ്രത്യേകം കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അക്ബറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മൻസബ് എന്ന് പറയുന്ന റാങ്ക്, ഇത് റാങ്കാണ്. മനസ്സിലാവണം? ഓരോരുത്തർക്കും റാങ്കാണ്. അതിപ്പോൾ ഓരോ റാങ്ക് അനുസരിച്ച് ഇത് 10 സൈന്യത്തിനെ ഒപ്പം നിർത്താം, 100 സൈനികരെ നിർത്താം, 1000 സൈനികരെ നിർത്താം, അങ്ങനെ പല പല രീതികളുണ്ട്. അപ്പോൾ ഇത്ര സൈനികരെ, ഇത്ര കുതിരകളെ, ഇത്ര ആളുകളെ ഇതിനൊപ്പം നിർത്തണം. ഇനി ഓരോ മൻസബ് റാങ്ക്, ഓരോ റാങ്ക് അനുസരിച്ച് ഇവർക്ക് ഇത്ര പടയാളികളെ ഒപ്പം നിർത്താൻ ഈ ഓരോ ആളുകൾക്കും പറ്റും. ആ പ്രദേശത്ത് നിന്ന് അവർക്ക് നികുതി പിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട 2 ടേമുകളാണ് സത്ത് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഏതാണ്? സവാർ എന്ന് പറയുന്നതും. സത്ത് ആൻഡ് സവാർ, ഇത് രണ്ടും എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള 2 പ്രധാനപ്പെട്ട വാക്കുകളാണ്. സത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വ്യക്തികൾക്കും എന്താണ്, ഓരോ ഇൻഡിവിജ്വൽസിനും എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് എന്താ പറയുക, അതിനനുസരിച്ചുള്ള നികുതി, പണം, അതൊക്കെ എന്തായിരിക്കും? ഒരു ഗ്രാൻഡ് പോലെയും മറ്റും കിട്ടും. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് സത്ത്. സവാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ ആൾക്ക് സൈനികപരമായി എത്ര കുതിരകളെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒപ്പം നിർത്താൻ പറ്റും. അതാണ് സവാർ എന്ന് പറയുന്നത്. സോ സത്തും സവാറും ഈ മൻസബുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയാണ്. ഈ ഹോൾ സിസ്റ്റത്തിനെ വിളിക്കുണ്ടായിരുന്ന പേരായിരുന്നു മൻസബ്ദാരി സിസ്റ്റം. മൻസബ്ദാരി സിസ്റ്റം. മനസ്സിലാവുന്നുണ്ടോ? മൻസബ്ദാരി സിസ്റ്റം. മനസ്സിലാവുണ്ടോ? സോ മൻസബ്ദാരി സിസ്റ്റത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അക്ബറിന്റെ കാലഘട്ടത്തിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ എമംഗ് ദ നവരത്നാസ് ഇൻ ദ കോർട്ട് ഓഫ് അക്ബർ. അക്ബറിന്റെ സദസ്സിൽ നവരത്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ആരാണ് അല്ലാത്തെന്നാണ് ചോദിക്കുന്നത്. ആൻസർ മുനീം ഖാൻ ആണ്. മുനീം ഖാൻ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ മുനീം ഖാൻ അക്ബറിന്റെ ഗുരുവായിരുന്നു. ആരായിരുന്നു? അക്ബറിന്റെ ചെറിയ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു മുനീം ഖാൻ. ബൈറം ഖാനുമായിട്ട് കൺഫ്യൂസ് ചെയ്യേണ്ട. ബൈറം ഖാൻ അദ്ദേഹത്തിന്റെ സൈന്യാധിപനും അദ്ദേഹത്തിന്റെ മെന്ററും ഒക്കെ തന്നെ ആയിരുന്നു. മുനീം ഖാൻ പക്ഷെ അക്ബറിന്റെ ആദ്യകാലത്തെ ഗുരുവായിട്ടാണ് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? നവരത്നാസിന്റെ പേര് നിങ്ങളൊന്ന് കാണാണ്ട് പഠിക്കണം എന്നല്ല, ആരൊക്കെയാണെന്ന് അറിയണം. ഇത് ജാൻസൺ ഉണ്ട്, ബീർബൽ ഉണ്ട്, രാജാ തോഡർമാൽ, നമ്മൾ തൊട്ടുമുന്നേ പറയില്ലേ നികുതി സിസ്റ്റം പഠിപ്പിച്ചു കൊടുത്ത രാജാ തോഡർമാൽ, അദ്ദേഹമുണ്ട്. മാൻസിംഗ് ഉണ്ട്. അതുപോലെ തന്നെ
മുല്ലാദോ പിയാസ, ഇദ്ദേഹം മുല്ലാദോ പിയാസ. തുടർമാല പറഞ്ഞു രാജാ മൻസിംഗ്, നേരത്തെ യുദ്ധത്തിൽ സഹായിച്ചില്ലേ, റാണാ പ്രതാപുമായിട്ട് യുദ്ധത്തിന്റെ ഇടയിൽ സഹായിച്ചില്ലേ രാജാ മൻസിംഗ്. തോടർമാല് നികുതി സമ്പ്രദായം പറഞ്ഞു കൊടുത്ത ആള് മുല്ലാദോ പിയ. ഇങ്ങനെ ഫക്കീർ അസിയുദ്ദീൻ, അബ്ദുൾ റഹീം ഖാൻ, അബുൾ ഫൈസി, അബുൾ ഫസൽ, ഇവരെല്ലാം എന്താണ് നവരത്നാസിലെ ഓരോരോ ആളുകളാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കാണാണ്ട് പഠിച്ചു വെക്കണം ഞാൻ പറയില്ല, പക്ഷെ പേര് കേട്ടാൽ അവരുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അബുൾ ഫൈസിയുടെ സ്മരണയ്ക്കായി നിർമ്മിക്കപ്പെട്ടതാണ് ഫത്തേപൂർ സിക്രി. 2 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത് അല്ലെ, 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, ഫത്തേപൂർ സിക്രി എന്താ പറയുക, ചെങ്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. ഏതാണ്? റെഡ് സ്റ്റോണില്ലേ, റെഡ് സ്റ്റോണിൽ കിട്ടിയിട്ടൊരു ലെജൻഡറി ബിൽഡിംഗ് ആയിട്ടാണ് ഫത്തേപൂർ സിക്രി അറിയപ്പെടുന്നത്. ഫത്തേപൂർ സിക്രി അറിയപ്പെടുന്നത് എന്താണ്? ചെങ്കല്ലിൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഇതിഹാസം, ചെങ്കല്ലിൽ കെട്ടിയ ഇതിഹാസം, റെഡ് സ്റ്റോൺ അല്ലേ, ചെങ്കല്ലിൽ കെട്ടിയ ഇതിഹാസം എന്ന പേരിലാണ് ഈ ഒരു ഫത്തേപൂർ സിക്രി അറിയപ്പെടുന്നത്. അപ്പം ഫത്തേപൂർ സിക്രി അടിസ്ഥാനപരമായിട്ട് ആരുടെ പേരിലാണ് ഉണ്ടാക്കുന്നത് അറിയോ കൂട്ടുകാർക്ക്? അത് അക്ബറിന്റെ സ്പിരിച്വൽ ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? വളരെ ഫേമസ് ആയിട്ടുള്ള സലീം ചിഷ്ടി. ആരാണ്? സലീം ചിഷ്ടി ഉണ്ട്. സലീം ചിഷ്ടിയുടെ പേരിലാണ് എന്ത് നിർമ്മിക്കുന്നത്? ഫത്തേപൂർ സിക്രി നിർമ്മിക്കുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അബുൾ ഫൈസിയുടെ സ്മരണയ്ക്കല്ല, സലീം ചിഷ്ടിയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? നമ്മളുടെ ഫത്തേപൂർ സിക്രി നിർമ്മിക്കുന്നത്. ഇനി ഈ ഫത്തേപൂർ സിക്രിയുടെ കവാടമാണ് ബുലന്ദ് ദർവാസ. ഈ ഫത്തേപൂർ സിക്രിയുടെ പ്രധാന കവാടമാണ് ബുലന്ദ് ദർവാസ. ദർവാസ വെച്ചാൽ വാതിൽ അല്ലെ. ഈ ബുലന്ദ് ദർവാസ ഗുജറാത്ത്, അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്? ഗുജറാത്ത് കീഴടക്കുന്നുണ്ട്. ഗുജറാത്ത് കീഴടക്കിയപ്പോൾ അതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബുലന്ദ് ദർവാസ പണികഴിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബുലന്ദ് ദർവാസയുടെ അതിൽ ഉപയോഗിച്ചിട്ട കല്ലുകൾ, അതിന്റെ കളറൊക്കെ ചോദിച്ചിട്ട് UPSCയുടെ പ്രിലിംസിൽ കഴിഞ്ഞൊരു 3-4 കൊല്ലം മുൻപ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത് ഫത്തേപൂർ സിക്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്ത് കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബുലന്ദ് ദർവാസ എന്ത് ചെയ്യുന്നത്? പണി കഴിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ സലീം ചിഷ്ടിയുടെ സ്മരണയ്ക്കായിട്ടാണ് ഫത്തേപൂർ സിക്രി. ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓൺലി എ ഈസ് ട്രൂ. ഓൺലി എ ഈസ് ട്രൂ. ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രിയിൽ തന്നെയാണ്, പക്ഷെ സലീം ചിഷ്ടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഫത്തേപൂർ സിക്രി നിർമ്മിക്കുന്നത്. കൃത്യമാണ്? സംശയങ്ങളിൽ നിന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനായ മാസ്റ്റർ ലാൽ ഫിച്ച് ഏത് മുഗൾ ഭരണാധികാരിയുടെ കാലത്താണ് ഭാരതം സന്ദർശിക്കുന്നത്? ആരുടെ കാലഘട്ടത്തിൽ അറിയാമോ കൂട്ടുകാർക്ക്? അക്ബറിന്റെ കാലഘട്ടത്തിൽ. പലപ്പോഴും നിങ്ങൾ ജഹാംഗീറിലേക്ക് ഇത് ജമ്പ് ചെയ്യും. കാരണം ജഹാംഗീറിന്റെ സദസ്സിലേക്ക് ഇംഗ്ലീഷുകാർ വന്നു എന്ന് നമ്മൾ കുറേ അധികം കാണുന്നുണ്ട് അല്ലെ. പക്ഷേ ജഹാംഗീറിന്റെ സദസ്സിലേക്ക് വന്ന ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു? അത് വില്യം ഹോക്കിൻസ് ആയിരുന്നു. ആരായിരുന്നു? വില്യം ഹോക്കിൻസ് ആയിരുന്നു. വില്യം ഹോക്കിൻസ് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് അല്ലെ. കച്ചവടത്തിന് വേണ്ടി വരുന്നു. പിന്നെ വില്യം ഹോക്കിൻസ് കുറേ കാലം എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ ഇവിടെ ജീവിക്കുന്നുണ്ട്, താമസിക്കുന്നുണ്ട്, കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. ജഹാംഗീറിന്റെ 2-3 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. കച്ചവടത്തിൽ കുറെ പെർമിഷൻസ് വാങ്ങിയെടുക്കുക. അതിന്റെ തുടർന്നാണ് വില്യം ഹോക്കിൻസിന് എന്തിന്റെ പെർമിഷൻ കിട്ടിയത്? ആദ്യമായിട്ട് ഇന്ത്യയിൽ സൂറത്തിൽ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് എന്ത് പണിയുകയാണ്? ഒരു ഫാക്ടറി പണിയുകയാണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി എവിടെ പണിയുകയാണ്? സൂറത്തിൽ പണിയുകയാണ് അവർ അല്ലെ. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? ജഹാംഗീറിൽ നിന്ന് ചെറിയ ചെറിയ അനുമതികളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ വില്യം ഹോക്കിൻസ് എങ്ങനെയെങ്കിലൊക്കെ ജഹാംഗീറിനെ മതം മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അവസാനം ജഹാംഗീറിന് വലിയ രീതിയിലുള്ള കച്ചവടത്തിലും അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള കുറച്ച് പെർമിഷൻസ് ഒക്കെ കിട്ടിയിട്ട് വില്യം ഹോക്കിൻസ് പിന്നീട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ഷമിക്കണം. അപ്പൊ വില്യം ഹോക്കിൻസ് വരുന്നത് എന്താണ്? കച്ചവടമാണ്. അതിനും ഒരുപാട് മുൻപ് മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിലേക്കും റാൽഫ് ഫിച്ച് എത്തുന്നുണ്ട് അല്ലെ. മാസ്റ്റർ റാൽഫ് ഫിച്ച് എത്തുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അക്ബറിന്റെ കാലഘട്ടത്തിലാണ് ആര് വരുന്നത്? മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്ത് ചെയ്യുന്നത്? ഇവിടേക്ക് എത്തുന്നത്. റാൽഫ് ഫിച്ച് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ടല്ലോ, PSCയുടെ സ്ഥിരം ചോദ്യമായിരുന്നില്ലേ? എന്താണ്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ചോദിച്ചാൽ അത് മാസ്റ്റർ റാൽഫ് ഫിച്ച് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പിന്നാലെ വരുന്ന ആളുകൾക്ക് മാർഗദർശിയായി മാറിയിട്ടുള്ള ആള്. അപ്പോൾ ഇന്ത്യ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. അക്ബറുടെ കാലഘട്ടത്തിലാണ് വരുന്നത് എന്ന് പ്രത്യേകം ആലോചിക്കുക. നോട്ട് അറ്റ് ദ ടൈം ഓഫ് ജഹാംഗീർ. അടുത്ത ചോദ്യം, ജസിയ നികുതി പുനരാരംഭിച്ച ഭരണാധികാരി.
ആരാണ്? നമുക്കറിയാം അല്ലെ, ഔറംഗസേബ്. ജസിയ നികുതി പുനരാരംഭിക്കുന്നത് ആരായിരുന്നു? ഔറംഗസേബ് ആയിരുന്നു അല്ലെ. ഔറംഗസേബ് ഭയങ്കര ഗ്രേ ഷെയ്ഡ് ഉള്ള ഒരാളാണ്. പല ഇടങ്ങളിലും വളരെ ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ്, ഗ്രേ ഷെയ്ഡ് എന്ന രീതിയിലല്ല നമ്മൾ പലയിടങ്ങളിലും ആളുകളെ കണക്കാക്കാറുള്ളത്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കോ ബാക്കി കാര്യങ്ങളിലേക്കോ കടക്കുന്നില്ല. ജസിയ നികുതി ഹിന്ദുക്കളുടെ മേലുള്ള, അതായത് നോൺ മുസ്ലിംസിന്റെ മേൽ, പ്രധാനമായിട്ടും ഹിന്ദുക്കളുടെ മേൽ എന്താണ് സ്പെഷ്യൽ നികുതി എന്ന് പറയുന്ന വളരെ എന്താ പറയുക നെഗറ്റീവ് ആയിട്ടുള്ള പരിപാടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു? ഔറംഗസേബ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ജസിയ നികുതി എന്ത് ചെയ്യുന്നുണ്ട്, തുടങ്ങുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്, നമ്മൾ എന്താണ് കണ്ടത്, അലാവുദ്ദീൻ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, തുടങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതെന്ത് ചെയ്തു, അക്ബർ എന്ത് ചെയ്യുകയാണ്, അത് നിർത്തുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും ഇദ്ദേഹം വരികയും ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അത് കണ്ടിന്യൂ ചെയ്യുകയും അല്ലെങ്കിൽ എന്താ പറയുക റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പൊ ജസിയ നികുതി ഫിറോസ് ഷാ തുഗ്ലക്ക് ആരംഭിക്കുന്നു, അക്ബർ നിർത്തുന്നു, വീണ്ടും ഔറംഗസേബ് എന്ത് ചെയ്യുന്നു, അത് തുടരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ജസിയ നികുതിയുടെ കാര്യങ്ങൾ ഏതാണ്ട് ഇന്ത്യയിൽ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ കൃത്യമായിട്ട് ആ ഭാഗങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് തിങ്സ്. അക്ബർ വാസ് the ruler who assumed the title of Alamgir. Aurangzeb was a talented veena player. Deccan policy was related to Aurangzeb. ചരിത്രപരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില കാര്യങ്ങളാണ്. അതായത് അക്ബർ ആണോ? അല്ല. ആരാണ്? ഔറംഗസേബ് ആയിരുന്നു ആലംഗീർ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചത്. ആലംഗീർ എന്ന് വെച്ചാൽ എന്താണ്? ലോകത്തിന്റെ എന്താ പറയുക അധിപതി. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിന്റെ അധിപതി, ലോകം മുഴുവൻ കീഴടക്കിയവൻ എന്ന ഒരു എന്താ പറയുക അർത്ഥമാണ് ആലംഗീർ എന്ന് പറയുന്ന വാക്കിനുള്ളത്. ഈ പേര് ആര് സ്വീകരിച്ചു? നമ്മളുടെ ഔറംഗസേബ് സ്വീകരിച്ചു. ഇനി ഔറംഗസേബ് വാസ് എ ടാലന്റ് വീണ പ്ലെയർ. നമ്മൾ പലപ്പോഴും ഔറംഗസേബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, എന്തൊക്കെ അദ്ദേഹം നിരോധിച്ചിട്ടുള്ളത്? മൊഹറം ആഘോഷം അദ്ദേഹം നിരോധിച്ചു അല്ലെ, ദസറ ഫെസ്റ്റിവൽ നിരോധിച്ചു, കൊട്ടാരത്തില് പാട്ട് നൃത്തം നിരോധിച്ചു, മദ്യപാനം ഭാങ് നിരോധിച്ചു. നമ്മുടെ അക്ബർ തുടങ്ങി വെച്ചിട്ടുള്ള ഝരോഗ ദർശൻ ഉണ്ടായിരുന്നു അല്ലെ, ഝരോഗ ദർശൻ ഉണ്ടായിരുന്നു അക്ബർ തുടങ്ങി വെച്ചത്, രാജാവിനെ നേരിട്ട് മുഖം കാണിക്കാനുള്ള ഝരോഗ ദർശൻ അവസാനിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹമാണ്. പിന്നെ ഇസ്ലാമിക് മെസ്സേജസ് എഴുതുന്ന കലീമ നാണയങ്ങൾ ഉണ്ടായിരുന്നു, നിരോധിച്ചു. ഇദ്ദേഹം മദ്യപിക്കില്ലായിരുന്നു, ഇദ്ദേഹം പല മുഗൾ ചക്രവർത്തിമാർക്കുള്ള പോലെ വുമണൈസർ അല്ലായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു. അപ്പൊ ഇദ്ദേഹം പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ജനവിഭാഗങ്ങളുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഇദ്ദേഹം ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ കണക്കിലെടുത്തതുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഔറംഗസേബ് വാസ് എ ടാലന്റഡ് വീണ പ്ലെയർ എന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുക. പക്ഷേ ഔറംഗസേബ് വാസ് എ ടാലന്റഡ് വീണ പ്ലെയർ. അദ്ദേഹം വളരെ ടാലന്റഡ് ആയിട്ടൊരു വീണ പ്ലെയർ ആയിരുന്നു. രണ്ടാമത്തേതോ, ഡെക്കാൻ പോളിസി വാസ് റിലേറ്റഡ് ഔറംഗസേബ്. വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഔറംഗസേബിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കാലഘട്ടം അവസാനിക്കുമ്പോൾ മൊത്തം മുഗൾ ചക്രവർത്തി മൊത്തം എന്താ പറയുക സുൽത്താനേറ്റും മുസ്ലിം റൂളും എല്ലാം നോക്കുമ്പോൾ ഏറ്റവും വലിയ സാമ്രാജ്യം ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് തന്നെ അദ്ദേഹത്തിന് എന്തായി വിനയാവുകയാണ്. അതായത് അത്രയും ദീർഘമായിട്ടുള്ള, ഏതാണ്ട് ഈ കേരളവും തമിഴ്നാടിന്റെ ഈ ഭാഗവും ഒഴികെ ബാക്കി മൊത്തം ഇവിടം വരേക്കും എത്തിയ സാമ്രാജ്യം അല്ലെ, അങ്ങോട്ട് മൊത്തം കിടക്കുന്ന സാമ്രാജ്യമാണ് ഔറംഗസേബിന് ഉണ്ടായിരുന്നത്. ഈ സാമ്രാജ്യത്തിന്റെ അറ്റം വരയ്ക്കൊന്നും ഇദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി. അപ്പൊ പലയിടങ്ങളിലും ഡെക്കാണും ബാക്കിയിടങ്ങളിലും പലയിടങ്ങളിലും എന്താണ് പല ആളുകൾ അവിടുത്തെ മന്ത്രിമാര് ഗവർണർമാര് അവർക്ക് പറ്റിയ ഇടങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒന്നിച്ച് അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഔറംഗസേബിന്റെ മരണത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഇവയെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ട് പിന്നീട് നിസാമുൽ മുൽക്ക് ഡെക്കാണില് പലയിടങ്ങളിൽ, ബംഗാളിലാണെങ്കിലും മറ്റുള്ളവരൊക്കെ വിട്ടുപോകാൻ തുടങ്ങിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഔറംഗസേബിന്റെ പ്രധാന പോളിസിയായിരുന്നു ഡെക്കാൻ പോളിസി. ഡെക്കാൻ കൺട്രോളിൽ വന്നാൽ മൊത്തം രാജ്യവും കൺട്രോളിൽ നിൽക്കും എന്ന് അദ്ദേഹത്തിന് വെച്ചു. അത് ശരിയുമായിരുന്നു. പക്ഷേ മറാത്തയിൽ ശിവാജി ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള രാജാക്കന്മാരാണ്, പ്രധാനമായിട്ടും മറാത്താസ് ഔറംഗസേബിനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. സിഖ് രാജവംശം അതുപോലെ ഔറംഗസേബിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. ഔറംഗസേബ് ഇവരുമായിട്ടും ആരുമായിട്ടും സമാധാനത്തിന്റെ പദവിയിലേക്ക് പോയില്ല. ഒരു പക്ഷേ ഔറംഗസേബ് അക്ബറിന്റെ അത്രയൊന്നും ഇല്ലെങ്കിലും അക്ബറിനോട് തുല്യമായ രീതിയിലുള്ള, തുല്യമൊന്നും വേണ്ട, ഏതാണ്ട് ഒരു സമാധാനപരമായിട്ട് മറാത്താസുമായിട്ടും രജപുത്സുമായിട്ടും സിഖുകാരുമായിട്ടും എല്ലാവരുമായിട്ടും ഔറംഗസേബിന് പ്രശ്നങ്ങളായിരുന്നു. പ്രധാനമായിട്ടും ഡെക്കാണില് ശിവാജിയുമായിട്ടും ബാക്കി മറാത്താസുമായിട്ടും. ശിവാജിയെ മരണം വരേക്കും എന്താണ്, ശിവാജിയെ തോൽപ്പിക്കാനായിട്ട് ഔറംഗസേബിന് സാധിക്കുന്നുമില്ല. ഗറില്ല വാർഫെയറിലൂടെ മറാത്താസ് ഇവരെ എന്താണ് ഫുൾ ടൈം മുഗൾ റൂളിന് എന്തായിരുന്നു, അതായത് ഈ ഓരോ വർഷങ്ങളോളം ഔറംഗസേബിന്റെ കാലഘട്ടം മുഴുവൻ ഔറംഗസേബ് എവിടെയായിരുന്നു, ഡെക്കാണിലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യുദ്ധത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാൾ,
അപ്പോൾ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഗവർണർമാർ അവനവന്റെ സ്ഥലങ്ങളുടെ ഏരിയ മുഴുവൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ ഔറംഗസേബിനെ പേടിച്ചിട്ട് മൊത്തം ഏരിയയിൽ നിന്ന് ആരും വിട്ടുപോയില്ല എന്നുണ്ടെങ്കിലും ഔറംഗസേബ് തീരുന്നതോട് കൂടിയിട്ട് പിന്നീട് മുഗൾ സാമ്രാജ്യത്തിന്റെ ഡിസിൻറ്റഗ്രേഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രാജ്യത്തിൽ യുദ്ധം നടത്തിയിട്ട് മാത്രം കാര്യമില്ല. ഭരണ സംവിധാനം, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ശത്രുക്കൾ എന്താണ് ഉണ്ടാവും, പക്ഷെ കൂട്ടുകാർ, മിത്രങ്ങളും ആവശ്യമാണ് എന്നൊക്കെയുള്ള വലിയൊരു മെസ്സേജാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തിൽ തന്നെ പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് അതൊരു മെസ്സേജ് തന്നുകൊണ്ടാണ് ഔറംഗസേബിന്റെ പല പല പോളിസികളും അവസാനിക്കുന്നത്. മനസ്സിലായോ? സോ ഡെക്കാൻ പോളിസി വാസ് റിലേറ്റഡ് ടു ഔറംഗസേബ്. സോ ബി ശരിയാണ്, സി ശരിയാണ്. സോ ബി ആൻഡ് സി ആർ ട്രൂ എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, റുപ്യ നാണയ സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി. ആദ്യമായിട്ട് റുപ്യ നാണയ സമ്പ്രദായം കൊണ്ടുവരുന്ന ആരാണെന്നറിയോ? നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പണ്ട് സൂർ രാജവംശം സ്ഥാപിച്ച ഷേർഷാ സൂരി. ഷേർഷാ സൂരിയാണ് റുപ്യ എന്ന് പറയുന്ന നാണയ സമ്പ്രദായം കൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാലഘട്ടമായിരുന്നു. അതായത് മുഗൾ ഭരണത്തിന്റെ ഇടയിൽ വന്ന ഏതാണ്ട് 15 കൊല്ലത്തോളം വന്നിട്ടുണ്ടായിരുന്ന എന്താ പറയുക, സൂരി കാലഘട്ടത്തിൽ ഷേർഷാ സൂരിയുടെ 5 വർഷത്തോളമുള്ള കാലഘട്ടം വാസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹം ഈ കാലഘട്ടത്തിൽ റുപ്യ നാണയ സമ്പ്രദായം കൊണ്ടുവരുന്നുണ്ട്. പാറ്റ്ന നഗരം, പുതിയ രീതിയിൽ നമ്മൾ കാണുന്ന പാറ്റ്ന നഗരത്തിന്റെ തുടക്കം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾ പണ്ട് അലാവുദ്ദീൻ ഖിൽജി തുടങ്ങിയിട്ടുള്ള കുതിരകൾക്ക് കൊടുക്കുന്ന ദാഗ് സമ്പ്രദായം ഇല്ലേ, ചാപ്പ കുത്തുന്ന സമ്പ്രദായം, അത് ഇദ്ദേഹം എന്ത് ചെയ്തു, ഒന്നുകൂടി പുനരാരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്ന കത്തുകൾ, തപാൽ സംവിധാനം, തപാൽ സമ്പ്രദായം ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് വിശ്രമിക്കാൻ സത്രങ്ങൾ, ആ സത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് സരായികൾ എന്ന പേരിലായിരുന്നു. ഷേർഷായുടെ സമയത്തുണ്ടായിരുന്ന സത്രങ്ങൾ സരായികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പം കച്ചവടം ചെയ്യാൻ പോകുന്നവർ, യാത്ര ചെയ്യുന്നവർക്കൊക്കെ എന്തായി, വളരെ സഹായകരമായി. അവർക്ക് എന്താണ്, പേടിക്കാതെ യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വളരെ അദ്ദേഹത്തിന്റെ പേരിൽ ഏറ്റവും അറിയപ്പെടുന്ന എന്താ പറയുക കാര്യം ഏതാണ്? ട്രങ്ക് റോഡ് അല്ലെ, ദ ഗ്രാൻഡ് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ട്രങ്ക് റോഡ് അല്ലെ, ഗ്രാൻഡ് ട്രങ്ക് റോഡ്. എന്താണ് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത്? ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഏതെല്ലാം 2 ഭാഗങ്ങളെ യോജിപ്പിക്കുന്നത്? ചിറ്റഗോങ്ങിനെ കാബൂളുമായി ബന്ധിപ്പിക്കുന്ന റോഡായിരുന്നു ഏതെന്ന് പറയുന്നത്, ഈ ഗ്രേറ്റ് ട്രങ്ക് റോഡ്. അപ്പൊ ഈ ഗ്രേറ്റ് ട്രങ്ക് റോഡിൽ ഇന്ത്യയിൽ എവിടേക്കാ യോജിപ്പിക്കുന്നത്? ഇന്ത്യയിൽ കൽക്കത്ത മുതൽ, ചിറ്റഗോങ്കര പുറത്താണ്, കാബൂൾ എന്താണ് ഇന്ത്യക്ക് വെളിയിലാണ്. കൽക്കത്ത മുതൽ അമൃത്സർ വരെ ഇന്ത്യയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഈ റോഡ് എന്തായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെ പോകുന്ന ഈ റോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തായിരുന്നു? കച്ചവടത്തിന്, ആളുകളുടെ യാത്രയ്ക്കൊക്കെ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു കണക്ഷൻ വിങ് ആയിരുന്നു. അപ്പോൾ ഈ പേരിലും ആര് പ്രശസ്തനാണ്? ഷേർഷാ സൂരി പ്രശസ്തനാണ്. പക്ഷെ അദ്ദേഹം എന്താണ്, ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ എങ്ങനെയാണെന്നറിയില്ല, അദ്ദേഹം 5 വർഷത്തിന് ശേഷം ഒരു അപകടത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, താഴെ തരുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അഷ്ടപ്രധാൻ എന്നത് ശിവാജിയുടെ സദസ്സിനെ അലങ്കരിച്ചു എന്ന് പറയുന്നു. ശരിയാണോ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അഷ്ടപ്രധാൻ എന്ന് പറയുന്നത് 8 പ്രധാനപ്പെട്ട പൊസിഷൻസ് ആയിരുന്നു. മനസ്സിലാവുന്നു? 8 പ്രധാനപ്പെട്ട പൊസിഷൻസ് ആയിരുന്നു. ഇപ്പൊ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം അറിയപ്പെടുന്ന ഏത് പേരിലായിരുന്നു? പെഷവ എന്ന പേരിലാണ് പ്രധാനമന്ത്രി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ ആരൊക്കെയാ? കുറച്ചധികം ആളുകളുണ്ട്. ഇപ്പൊ സെക്രട്ടറി ഉണ്ടല്ലോ, സെക്രട്ടറി അറിയപ്പെട്ടിരുന്നത് സജീവ് എന്ന പേരിലായിരുന്നു. സജീവ് എന്ന പേരിൽ ആര് സെക്രട്ടറി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫൈനാൻസ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്ന ആളുടെ പേരെന്തായിരുന്നു? അമാത്യ എന്നായിരുന്നു ആ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫോറിൻ എന്താ പറയുക കാര്യങ്ങൾ, വിദേശ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്ന ആൾ അറിയപ്പെടുന്നത് സുമന്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ രീതിയിൽ പല പല ആളുകൾ എന്തുണ്ടായിരുന്നു, പല പല പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ 8 പേര് ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മന്ത്രിസഭ എന്ന് പറയാം. അതായിരുന്നു അഷ്ടപ്രധാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു വിങ്. മനസ്സിലാവുണ്ടോ? അത് ശിവാജിയുടെ സദസ്സിലാണ്. ശിവാജിക്ക് തൊട്ടു മുൻപേ ഇത് തുടങ്ങുന്നുണ്ട്, പക്ഷെ ശിവാജിയുടെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വളരെയധികം പ്രശസ്തമാകുന്നത്. മനസ്സിലാവുന്നുണ്ട്? ശിവാജിയുടെ കാലഘട്ടത്തിലാണ് ഇത് പ്രശസ്തമാകുന്നത്. ശിവാജിക്ക് മുൻപ് തന്നെ പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പതുക്കെ പതുക്കെ വരുന്നുണ്ട് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി തൊട്ടടുത്തത് ചൗത്തും സാർദേശ് മുഖിയും. ഏതാണ്? ചൗത്തും സാർദേശ് മുഖിയും. അപ്പൊ ചൗത്തും സാർദേശ് മുഖിയും സ്റ്റേറ്റ്മെന്റ് എന്താ? ചൗത്ത് സാർദേശ് മുഖി എന്നിവ, ചൗത്ത് സാർദേശ് മുഖി എന്നിവ, ക്ഷമിക്കണം, ചൗത്ത് സാർദേശ് മുഖി എന്നിവ മറാഠ സാമ്രാജ്യം നടപ്പിലാക്കിയ നികുതികളായിരുന്നു എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കാരണം ചൗത്തും സാർദേശ് മുഖിയും എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മറാഠ സാമ്രാജ്യം
കീഴടക്കുന്ന ഇടങ്ങളിൽ നോൺ മറാത്താസ് ആയിട്ടുള്ള ആളുകളുടെ ഉള്ളിലേക്ക് ആളുകൾ ഇവിടേക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള ചില നികുതികളാണ് എന്ത് എന്ന് പറയുന്നത്, ഈ ചൗത്തും സാർദേശ്-മുഖിയും. മനസ്സിലാവുന്നുണ്ടോ? ചൗത്തും സാർദേശ്-മുഖിയും. അപ്പൊ ചൗത്തും സാർദേശ്-മുഖിയും എങ്ങനെയായിരുന്നു? ചൗത്തും സാർദേശ്-മുഖിയും ഈ രീതിയിൽ അടയ്ക്കേണ്ട നോൺ മറാത്താസ് ആയിട്ടുള്ള ആളുകൾ അടയ്ക്കേണ്ട നികുതികൾ തന്നെയായിരുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനപ്പോൾ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. ആക്ച്വലി നിങ്ങൾ ഒരു കാര്യം ഒന്ന് ഉറപ്പുവരുത്തണം. ശിവാജിയുടെ സദസ്സിൽ അഷ്ടപ്രധാൻ ഫേമസ് ആണെന്നെങ്കിലും അഷ്ടപ്രധാൻ ആരംഭിച്ച രാജാവിൻ്റെ പേര് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ആക്ച്വലി ശിവാജിക്ക് മുൻപ് തന്നെ ഇത് തുടങ്ങുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഒന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളും ഒന്ന് തിരയാൻ നോക്കുക. കാരണം ശിവാജിക്ക് മുൻപ് തന്നെ അത് തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഞാൻ ആ ഭാഗം പെട്ടെന്ന് വിട്ടുപോയി. ഞാനിപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുത്ത് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് തന്നെ ഒരു സംശയം വന്നത്. അഷ്ടപ്രധാൻ ശിവാജി തന്നെയാണോ തുടങ്ങിയത്, അതോ ശിവാജിയുടെ സമയത്ത് അത് വളരെ ഫേമസ് ആയി മാറിയതാണോ എന്നൊരു ഡൗട്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യാം, നമുക്കൊന്ന് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി താഴെ പറയുന്ന പ്രസ്താവനകൾ മധ്യകാലഘട്ടത്തിൽ മിഡീവൽ ടൈമിൽ ഇന്ത്യയിലേക്ക് പരുത്തി തുണിത്തരങ്ങൾ, ലോഹങ്ങൾ എന്നിവ പ്രധാനമായും ഇറക്കുമതി ചെയ്തിരുന്നു. മധ്യകാല ഇന്ത്യയിൽ ചെമ്പും രത്നവും ഖനനം ചെയ്തിരുന്ന ഇടങ്ങൾ രാജസ്ഥാനിലും ഗോൾക്കൊണ്ടയിലും ഉണ്ടായിരുന്നു. എന്താണ് സ്ഥിതി? ഒന്നാം സ്റ്റേറ്റ്മെന്റ് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ലോജിക്കാണ്. എന്താണ്? ചിലപ്പോൾ ഇത് ഉറപ്പുണ്ടാവില്ല അല്ലെ, ഇത് വായിക്കുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. പരുത്തി തുണിത്തരങ്ങൾ, അത് ഈ പ്രധാനമായിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ കുറച്ചൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പ്രധാനമായിട്ടും ഇമ്പോർട്ട് ചെയ്തിരുന്ന, ഇറക്കുമതി ചെയ്തിരുന്ന കാര്യത്തിൽ പരുത്തി തുണിത്തരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. വരുമോ? അത് ഒരിക്കലും വരില്ല. ഇന്ത്യ പരുത്തിയുടെ അങ്ങോട്ടുള്ള എക്സ്പോർട്ടിന്റെ ഒരു കേന്ദ്രമായിരുന്നു അല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതായിരുന്നു പരുത്തി തുണികൾ. ലോഹങ്ങൾ കറക്റ്റാണ്, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരുത്തി തുണിത്തരങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മധ്യകാല ഇന്ത്യയിൽ ചെമ്പും രത്നവും ഖനനം ചെയ്തിരുന്ന ഇടങ്ങൾ രാജസ്ഥാനിലും ഗോൾക്കൊണ്ടയിലും. ശരിയാണോ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോഴും രാജസ്ഥാനിൽ വലിയ കോപ്പർ ബെൽറ്റുകൾ ഉണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഗോൾക്കൊണ്ടയിൽ അതുപോലെ തന്നെ ആ ഏരിയകളിൽ രത്നവും ഖനനം ചെയ്തിരുന്നു. സോ സെക്കൻഡ് മാത്രമാണ് ശരി, 2 മാത്രം ശരി എന്നത് ആലോചിക്കുക. ഇനി താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് പറയുന്നത്. എന്താണ് തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് പറയുന്നത്. തെറ്റായ ജോഡികൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇനി ഒരു കാര്യം പറയട്ടെ, എന്തൊക്കെയാണ് നമ്മുടെ ഇവിടേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത് അതുകൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. എന്തായാലും ലോഹങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മിനറൽസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള പല പല മിനറൽസും ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. കുതിരകൾ വളരെ ഫേമസ് ആണ്, കുതിരകൾ. അതുപോലെ തന്നെ ലെതർ, തുകൽ ഉൽപ്പന്നങ്ങൾ, ലെതർ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെൽവെറ്റ് ഇവിടുത്തെ ആളുകൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. വെൽവെറ്റ് പ്രധാനപ്പെട്ട. അതുപോലെ പഴങ്ങൾ, അറേബ്യയിൽ നിന്നും മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, ഇതൊക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്യുമായിരുന്നു? ഇറക്കുമതി ചെയ്യുമായിരുന്നു. അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. രാജസ്ഥാൻ മീരാഭായി ശരിയാണ്. കൃഷ്ണഭക്തയായിട്ടുള്ള ഭക്തി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളായിരുന്നു മീരാഭായി. രാജസ്ഥാൻ തന്നെയായിരുന്നു. ഷാബാദ് ഗുരു ഗോവിന്ദ് സിംഗ് ശരിയാണോ? ഇതാണ് തെറ്റായിട്ടുള്ളത്. ഷാബാദ് ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ഷാബാദ് എന്ന് പറയുന്നത് ഇത് ഗുരു ഗോവിന്ദ് സിംഗ് അല്ല, ആദ്യ ഗുരുവായിട്ടുള്ള ഗുരു നാനാക്കാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇത് നൽകുന്നത്. ഗുരു നാനാക്കാണ് എന്ത് ചെയ്യുന്നത്? ഷാബാദ് എന്ന് പറയുന്ന ഈ ഒരു ഗീതം എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് ഇത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക? ആലോചിക്കാനായിട്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഗുരു ഗോവിന്ദ് സിംഗ് എന്ന് പറയുന്നത് 10ാമത്തെയും സിഖുകാരുടെ അവസാനത്തെയും ലാസ്റ്റ് ഗുരുവാണ്. മനസ്സിലാവുന്നുണ്ടോ? സിഖുകാരുടെ അവസാനത്തെ ഗുരുവാണ്. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? ഗുരു സമ്പ്രദായം നിർത്തുകയും അതിനുശേഷം ഖൽസ എന്ന് പറയുന്ന ഒരു രീതി തുടങ്ങുകയും ചെയ്യുകയാണ് ഗുരു ഗോവിന്ദ് സിംഗ്. മനസ്സിലാവുന്നുണ്ടോ? ഗുരു ഗോവിന്ദ് സിംഗ് 10ാമത്തെയും അവസാനത്തെയും ഗുരുവാണ്. ഗുരു നാനാക്കാണ് ഷാബാദ് എന്ന് പറയുന്ന പ്രാർത്ഥനാ ഗീതം സിഖുകാർക്ക് കൊടുക്കുന്നത്. 10ാമത് നമ്മൾ ഓൾറെഡി കണ്ടു, മാലിക് മുഹമ്മദ് ജേസിയാണ്. രാമചരിത് മാനസ് തുളസീദാസ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ മിഡീവൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ദീർഘമായിട്ടുള്ള ചർച്ചയാണ് നമ്മളിവിടെ നടത്തിയത്. പ്രധാനപ്പെട്ട പോയിന്റുകളും അവയുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ പോയിന്റുകളും എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലൂടെ ഒരു വലിയ യാത്ര നമ്മൾ നടത്തിയിട്ടുണ്ട്. സോ നമ്മളുടെ മോഡൽ മോക്ക് സ്റ്റഡി പ്ലാനുകളുടെ ഭാഗമായിട്ടുള്ള
5th വീക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അടുത്ത ഒരു പോർഷൻ തുടങ്ങുന്നതായിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ആ സിലബസ് അനുസരിച്ചുള്ള, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് അനുസരിച്ചുള്ള സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുബന്ധിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ പുഷ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.